നമസ്കാരമുണ്ട് എല്ലാവർക്കും. മൊത്തത്തിൽ 1.5 മണിക്കൂറാണ് സെഷൻ, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ആ സെഷനകത്ത് ഒതുക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടുന്ന് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഥകൾ പൊതുവെ നീണ്ട കഥകളാണ്. ഒന്നാമത് അത് വായിച്ചെത്താന്ന് പറഞ്ഞ് ഞാൻ തന്നെ കിതയ്ക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ചെറിയ കഥകൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. സമയക്രമം പാലിക്കാമെന്ന് വിചാരിക്കുന്നു. ചിലതരം കളികൾ എന്ന് പറഞ്ഞൊരു ചെറിയ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു എപ്പിഗ്രാഫ്. What is filth? Filth is the mark that left when two things touch on each other. എന്ന് പറയുന്ന ഫിൽത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്നൊരു എപ്പിഗ്രാഫോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ കഥ. ചിലതരം കളികൾ. LP സ്കൂൾ വിട്ട് വരുമ്പോൾ ബാക്കി കൂട്ടുകാരെല്ലാം പല വഴി പിരിഞ്ഞ ശേഷം വീട്ടിലേക്കുള്ള ചമ്മൺപാതയിലൂടെ പുസ്തകസഞ്ചിയും പേറി ഞാനും ഷൗക്കത്തലിയും മടങ്ങുന്നേരത്ത് തോമസ് മാപ്പിളയുടെ പെട്ടിക്കിടകേരിയിൽ ബീഡിയും പുകച്ചുകൊണ്ട് നാരായണേട്ടൻ സ്ഥിരമായി ഇരിപ്പുണ്ടാകും. കണ്ട ഉടനെ ഞങ്ങളെ അടുത്തു വിളിക്കും. അതെന്തിനാണെന്ന് അറിയാമെങ്കിലും ഒഴിവാക്കാനാകാത്ത ഏതോ കാരണത്താൽ ഇരുവരും അയാൾക്കരികിലെത്തും. പെട്ടിക്കടയിലെ പൂഴിയിൽ ചുള്ളിക്കമ്പ് കൊണ്ട് കോറി ചിത്രം വരച്ച് അതിനു താഴെ എൻ്റെ അച്ഛൻ്റെയും ഷൗക്കത്തലിയുടെ ഉപ്പയുടെയും പേരെഴുതിയ ശേഷം എന്നോട് അവൻ്റെ ഉപ്പയുടെ തലയിൽ ചവിട്ടാൻ പറയും. ഞാൻ ചവിട്ടും. കണ്ടില്ലേടാ നിൻ്റെ ഉപ്പാൻ്റെ തലയിൽ അവൻ ചവിട്ടിയത്, നീ ആണാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ തലയിൽ മൂത്രമൊഴിക്കടാ. ഷൗക്കത്തലി അതനുസരിക്കും. ഞാൻ അവനെ ചക്കത്തൊലി എന്ന് ഇരട്ടപ്പേര് വിളിക്കും. അവൻ എന്നെ അടിക്കും. ഞാനപ്പോൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ ഷർട്ടിൻ്റെ ബട്ടണുകൾ പൊട്ടും, നിലത്തുരുണ്ട് മണ്ണ് പറ്റും. സ്കൂളിൽ വെച്ച് പങ്കിട്ടെടുത്ത പെൻസിൽ പൊട്ടുകളും തീപ്പെട്ടിപ്പടങ്ങളും ഗോലിയും എണ്ണം പറഞ്ഞ് തിരിച്ചു വാങ്ങി മുഖത്ത് നഖത്തിൻ്റെ നീറലും പേറി മറ്റാരും കാണാതിരിക്കാൻ കരച്ചിലമർത്തിക്കൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് പിരിയുമ്പോൾ നാരായണേട്ടൻ ചിരിച്ചുകൊണ്ട് അടുത്ത ബീഡിക്ക് തീ കൊളുത്തിയിട്ടുണ്ടാകും. എന്തിനാടാ നാരായണ ആ പിള്ളേരെ തെറ്റിച്ച് തല്ലിക്കണത്, നിനക്ക് എന്തിൻ്റെ കേടാ എന്ന് തോമസ് മാപ്പിള ന്യായം പറയുമെങ്കിലും 10 പൈസ മിഠായിക്കാരായ ഞങ്ങളെക്കാൾ അയാൾക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടിയിരുന്നത് നാരായണനിൽ നിന്നായിരുന്നാൽ പ്രതികരണം ആ ചോദ്യത്തോടെ അവസാനിക്കും. നാരായണേട്ടൻ അതിന് മറുപടി പറയാതെ കുലുങ്ങിച്ചിരിക്കും. പിറ്റേന്ന് എല്ലാം മറന്നുകൊണ്ട് ഞാനും ഷൗക്കത്തലിയും ഒരുമിച്ച് സ്കൂളിൽ ചെല്ലും. ഒരേ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന് ഞങ്ങൾ പഠിക്കും. ഒഴിവു സമയത്ത് ഒരുമിച്ച് കളിക്കും. തീപ്പെട്ടിപ്പടങ്ങളും പെൻസിൽ പൊട്ടുകളും ഗോലികളും പങ്കുവയ്ക്കും. വൈകിട്ട് നാരായണേട്ടനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാമെന്ന് പരസ്പരം കയ്യിലടിച്ച് സത്യം ചെയ്യും. വിരലുകൾ കുറുക്കു പിടിച്ച് കള്ളസത്യമാണോ ചെയ്തതെന്ന് പരിശോധിക്കും. വൈകിട്ടത്തെ കൂട്ടമണിക്കായി അക്ഷമയോടെ കാത്തിരിക്കും. പതിവ് പോലെ ഞങ്ങളെ കാത്ത് നാരായണേട്ടൻ ആ പെട്ടിക്കടയ്ക്കരികിൽ ഇരിപ്പുണ്ടാവും. അയാൾ ഞങ്ങളെ കൈകൊട്ടി വിളിക്കും. സത്യം ചെയ്തത് മനഃപൂർവ്വം മറന്നുകൊണ്ട് ഞങ്ങൾ അടുത്തു ചെല്ലും. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് വേണ്ടിയാണല്ലോ, അയാളുടെ ആ വിളികൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ്റെ ഉപ്പയുടെ തലയിൽ ചവിട്ടാനായി ഞാൻ വഴിവക്കിൽ നിന്നും എൻ്റെ ചെരിപ്പടിയിൽ ചാണകം ചവിട്ടിപ്പറ്റിച്ചത്. എൻ്റെ അച്ഛൻ്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടിയല്ലേ വൈകിട്ടത്തെ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങാതെ അവൻ മൂത്രം പിടിച്ചു വെച്ചത്. ഇതാണ് ആദ്യത്തെ കഥ. മാന്ത്രികപ്പിഴവ് എന്നൊരു ചെറിയ കഥയും കൂടി വായിക്കാണ്. അത് ബെന്നോക്കറിയുടെ ഒരു എപ്പിഗ്രാഫോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The magician and the politician have much in common. They have to draw our attention away from what they are really doing. മാന്ത്രികപ്പിഴവ്. മാജിക് ഷോയുടെ ഇടവേളയിൽ സ്റ്റേജിന് പുറകിലെ വിശ്രമമുറിയിലെത്തിയ മജീഷ്യൻ കസേരയിലിരുന്ന ശേഷം വിയർപ്പ് പൊടിഞ്ഞ മുഖം തുടയ്ക്കുന്ന നേരത്താണ് ഞാൻ അയാൾക്കരികെ ചെല്ലുന്നത്. ജോലി ചെയ്യുന്ന വാരികയുടെ സ്ഥാപനമുദ്രയുള്ള തിരിച്ചേൽ കാർഡ് കാണിച്ച ശേഷം ഹസ്തദാനം നടത്തി. അഭിമുഖത്തിനാണെന്ന് പറഞ്ഞപ്പോൾ മജീഷ്യൻ താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. ഞാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല, ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, ചുരുക്കം വാക്കുകളിൽ മറുപടി പറഞ്ഞാൽ മതിയാകും. എങ്കിൽ ചോദിക്കൂ. നിങ്ങളുടെ ജാലവിദ്യയിൽ പക്ഷിമൃഗാദികളെയൊന്നും ഉപയോഗിക്കാറേയില്ലല്ലോ. മുയലുകൾ, തത്തകൾ, കുരുവികൾ, പ്രാവുകൾ, എലികൾ എന്നു വേണ്ട, വിഷപ്പല്ലു പറിച്ച പാമ്പുകളെ വരെ ഉപയോഗിക്കുന്ന പരിപാടികൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവയെ ഒഴിവാക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ്. വേദിയിൽ ഞാൻ ഒരിക്കലും പക്ഷികളെയോ മൃഗങ്ങളെയോ ഉപയോഗിക്കാറില്ല. ഐറ്റം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ അബദ്ധത്തിലോ അതുമല്ലെങ്കിൽ മെരുങ്ങാതെയോ ഒക്കെ അവ കൊല്ലപ്പെടാറുണ്ട്. എന്നതിനാൽ തന്നെ അത്തരം കാര്യത്തിന് ഞാൻ മുതിരാറില്ല. അതിന് കാരണമായി ഒരനുഭവമുണ്ട്. മാജിക് പഠിക്കുന്ന കാലത്ത് എൻ്റെ മാസ്റ്ററുടെ ഷോയ്ക്ക് വേണ്ടി 2 മുയൽ കുഞ്ഞുങ്ങളെ മാർക്കറ്റിൽ നിന്നും വാങ്ങി വരികയായിരുന്നു ഞാൻ. അന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായകൻ്റെ സിനിമയുടെ റിലീസ് ദിവസമായിരുന്നു. മുയൽക്കൂടയും കൊണ്ടാണ് ഞാൻ തിയേറ്ററിനകത്ത് കയറിയത്. ഹൗസ്ഫുള്ളായ ഷോയും കഴിഞ്ഞ് തിരികെ മാസ്റ്ററുടെ വീടെത്താതായപ്പോഴാണ് മുയൽക്കുഞ്ഞുങ്ങളുടെ കൂടെ തിയേറ്ററിൽ നിന്ന് എടുക്കാൻ മറന്ന കാര്യം തിരിച്ചറിഞ്ഞത്. തിയേറ്ററിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും അടുത്ത ഷോ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ അത് തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. തിയേറ്ററിനകത്തെ തണുപ്പ് കൊണ്ടാണോ
തിരക്കിനിടയിൽ ആളുകളുടെ ചവിട്ടായിട്ടാണോ എന്നൊന്നും അറിയില്ല. കൂടെ തിരിച്ചു കിട്ടുമ്പോഴേക്കും അതിലെ 2 മുയൽക്കുഞ്ഞുങ്ങളും ചത്തു കഴിഞ്ഞിരുന്നു. മടങ്ങുന്നേരത്ത് ഞാൻ അവയെ നഗരത്തിൻ്റെ അഴിച്ചുചാലിലേക്ക് ഉപേക്ഷിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തൂവെള്ള നിറത്തിലുള്ള 2 മുയൽക്കുഞ്ഞുങ്ങൾ കറുത്തു കൊഴുത്ത അഴുക്കുവെള്ളത്തിലേക്ക് മുങ്ങി ആഴ്ന്നു പോകുന്നത്. എൻ്റെ മാജിക് ഷോയിൽ മനുഷ്യനൊഴികെ ഒരു ജീവിയെയും ഉപയോഗിക്കില്ലെന്ന് അന്ന് തീരുമാനിച്ചതാണ്. മനുഷ്യരെ അല്ലാതെ മറ്റൊരു ജീവിയെയും കൊല്ലണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല. മനുഷ്യരെ വെച്ചുള്ള ജാലവിധിയിൽ പിഴവുകൾ പറ്റില്ലെന്ന് ഉറപ്പുണ്ടോ? അക്കാര്യത്തിലൊന്നും ഒരു തീർപ്പ് പറഞ്ഞുകൂടാ. നോക്കൂ, ഇന്ന് എൻ്റെ മാജിക് ഷോയിൽ തിളങ്ങുന്ന ഉടുപ്പിട്ട് എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന സഹായി പെൺകുട്ടിയെ വായുവിൽ ഉയർത്തി സ്തംഭിപ്പിച്ചു നിർത്താൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്നെനിക്ക് അത്രയധികം കരവേഗമോ കൺകെട്ടോ വശമില്ലായിരുന്നു. അക്കാലത്ത് ഒരു പെൺകുട്ടിയെ വായുവിൽ ഉയർത്തി നിർത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. എന്തായിരുന്നു ആ വിദ്യ? വായുവിൽ സ്തംഭിപ്പിക്കൽ, ശേഷം അപ്രത്യക്ഷമാക്കൽ. അത് നടന്നതൊരു മാന്ത്രിക വേദിയിൽ അല്ലായിരുന്നു താനും. മായാജാല ദണ്ടിനു പകരം മുരണ്ട് കരങ്ങുന്ന ഒരു ഫാൻ, മാന്ത്രിക തൊപ്പിക്ക് പകരം അഴിഞ്ഞൊലഞ്ഞ ഒരു സാരി എന്നിവയായിരുന്നു എനിക്ക് കൈസഹായത്തിനുണ്ടായിരുന്നത്. എന്നിട്ടത് വിജയിച്ചോ? പിന്നില്ലാതെ. അക്കാര്യം ചോദിക്കാനുണ്ടോ? വാരികയിലെ എൻ്റെ കോളത്തിൽ കൊടുക്കാൻ ഇത്രയും മതി. പരിചയപ്പെട്ടതിനും മറുപടി പറഞ്ഞതിനും നന്ദി. മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിൽ അടുത്ത ഐറ്റത്തിൽ എന്നോടൊപ്പം വേദിയിൽ സഹകരിക്കൂ. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? മറുപടിക്ക് കാത്തു നിൽക്കാതെ തോളിൽ കൈയിട്ടുകൊണ്ട് മജീഷ്യൻ എന്നെ വേദിയിലേക്ക് ആനയിച്ചു. നിറഞ്ഞ സദസ്സിനെ നോക്കിക്കൊണ്ട് അയാൾ തൊപ്പിയൂരി വണങ്ങി. ശേഷം കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കറുത്ത തുണി കൊണ്ട് മൂടിയ എന്തോ ഒന്ന് മജീഷ്യൻ്റെ സഹായി വേദിയിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. ആവരണം ചെയ്ത തുണിശീല എടുത്തു മാറ്റിയപ്പോൾ കാണാനായത് ശിരച്ഛേദന യന്ത്രം. മജീഷ്യൻ എനിക്ക് നേരെ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു. ശേഷം ആ യന്ത്രത്തിനടുത്തേക്ക് ചെല്ലാൻ കൈവീശി കാണിച്ചു. കൈയടിക്കുന്ന കാണികൾക്ക് മുന്നിൽ മനുഷ്യൻ്റെ തലയറുക്കുന്ന വിദ്യ കാണിക്കാനായി ആ യന്ത്രത്തിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. മജീഷ്യൻ പറഞ്ഞ കഥയിലെ മുരണ്ട് കറങ്ങുന്ന ഫാനും അഴിഞ്ഞുലഞ്ഞ സാരിയും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ആ നിമിഷത്തിൽ സ്വയം അപ്രത്യക്ഷനാകാനുള്ള മന്ത്രം നാവിൽ തെളിയണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണുകൾ അടച്ചു. നന്ദി. കീഴാടൻ എന്ന കഥയാണ് വായിക്കുന്നത്. നാട്ടുനടപ്പ് പോലെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. ചാറ്റിങ്ങിലൂടെ പരസ്പരം അഭിരുചികൾ പങ്കിട്ട് ഗുണദോഷങ്ങൾ പൊരുത്തപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഫോൺ നമ്പർ കൈമാറി. പിന്നെ നഗരത്തിലെ റെസ്റ്റോറൻറ്റിൽ ഒരു കൂടിക്കാഴ്ചയും. അതിനിടയിൽ ചുളുവിൽ ജാതകക്കുറിപ്പ് സംഘടിപ്പിച്ച് ഒന്നൊത്തുനോക്കി. അവിശ്വാസി എന്നൊക്കെയാണ് രണ്ടുപേരുടെയും പ്രൊഫൈലിൽ കാണിച്ചിരിക്കുന്നത്. എന്നാലും കാര്യത്തോടടുത്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി. ജീവിതമല്ലേ, എടുത്തുചാട്ടമല്ലേ, കാലെങ്ങാൻ വഴുതിയാലോ, അല്ലെങ്കിലും താഴെ വല കെട്ടിയിട്ടുണ്ടോ, ഫോം ബെഡ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയേ ചാടുന്ന പതിവുള്ളൂ. പൂച്ചയെപ്പോലെയാണ് രുദ്ര എന്നാണ് അമ്മ പറയാറ്. എങ്ങനെ വീണാലും 4 കാലിലെ വീഴും. ഇതുവരെ ചാട്ടം പിഴച്ചിട്ടുമില്ല എന്നത് സ്വകാര്യമായ അഹങ്കാരങ്ങളിലൊന്ന്. ഇപ്പോൾ പ്രശ്നം അനിലിൻ്റെ ജാതിയാണ്. ജാതിമത ഭേദമില്ല എന്ന് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയവൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്നറിയാം. പക്ഷേ ഇതിപ്പോൾ കീഴ്ജാതിയാണ്. അവിശ്വാസി, നിരീശ്വരവാദി എന്നൊക്കെ എഴുതി പിടിപ്പിച്ചതുകൊണ്ട് ഇതുവരെ രണ്ടുപേരും ജാതിമത സംബന്ധിയായ വിഷയങ്ങൾ പരസ്പരം ചോദിച്ചറിഞ്ഞിട്ടില്ല. എല്ലാം ഫേസ്ബുക്കിലാണ് തീരുമാനിച്ചത്. നേരിൽ കണ്ടപ്പോൾ അനിലിന് നല്ല വെളുപ്പ് നിറം, ഞാനാണെങ്കിൽ ഇരുനിറക്കാരിയും. സത്യം പറഞ്ഞാൽ അയാളുടെ സ്വർണ്ണനിറം കണ്ടപ്പോൾ ഏതോ മുന്തിയ ജാതിയായിരിക്കുമെന്ന അപകർഷത പോലും ഉണ്ടായി. ഒരിക്കലും കീഴ്ജാതിയാണെന്ന സംശയമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രജിസ്റ്റർ വിവാഹം തീരുമാനിച്ച് ഫേസ്ബുക്കിൽ കല്യാണക്കുറിയും പോസ്റ്റ് ചെയ്തപ്പോഴാണ് കീഴാളൻ കയറി വന്നത്. കീഴാളൻ എന്ന ആ വാക്ക് ഒരു ഞെട്ടലോടെയാണ് ഓർമ്മിച്ചത്. വലിയ ആവശ്യമുണ്ടായിരുന്നു അനിലിനെ ഇപ്പോൾ ഇക്കാര്യം പറയാൻ. അല്ലെങ്കിലേ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത ബന്ധമാണ്. അവർ സമ്മതിക്കുമെന്നായിരുന്നു അവസാനം വരെ പ്രതീക്ഷ. അതിപ്പോൾ ചേച്ചിക്കറിയില്ലേ, നമ്മുടെ അച്ഛനും അമ്മയും പുരോഗമനവാദികളെന്ന് പറയുമ്പോഴും ഉള്ളുകൊണ്ട് പഴഞ്ചന്മാരാണെന്ന്, അത് തുറന്ന് സമ്മതിക്കാൻ ഒടുക്കത്തെ ഈഗോയാണെന്ന്. ഭദ്ര അത് നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. അവൾക്ക് സമ്മതമാണ്. അനിൽ അവളുടെയും ഫേസ്ബുക്ക് സുഹൃത്താണ്. ഏതായാലും വിവാഹം നിശ്ചയിച്ച വിവരം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ 100 കണക്കിന് ലൈക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കൂടെയുണ്ടെന്ന അഹങ്കാരത്തോടെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമ്പോഴൊന്നും ഈ കീഴാളനെ ഓർത്തതേ ഇല്ലല്ലോ. ഇന്ന് രാവിലെയാണ് അനിൽ വിളിച്ചത്. രുദ്ര, നമുക്ക് ഏതായാലും ജാതിയും മതവും ഇല്ലാത്ത ജീവിതമാണല്ലോ. എന്നാലും ഇതുവരെ പറയാതിരുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ വല്ല പ്രണയനഷ്ടത്തിൻ്റെ കഥയുമായിരിക്കുമെന്ന് കരുതിയുള്ളൂ. തന്നെയുമല്ല, പഴയ കോളേജ് മാഗസിൻ എഡിറ്റർ രാജീവ് മേനോൻ്റെ കാര്യം പറയണോ എന്ന ആശങ്കയിലായിരുന്നു ഞാനപ്പോൾ. പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടല്ല,
കുറേ ഐസ്ക്രീം തീറ്റയും കടല കൊറിക്കലും കടൽ തീര നടത്തവും മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതി പറയാതിരുന്നതാണ്. പക്ഷേ അനിൽ പറഞ്ഞത് അതൊന്നുമായിരുന്നില്ല. കാര്യം നമുക്ക് രണ്ടുപേർക്കും ജാതിയും മതവും ഒന്നുമില്ല. എന്നാലും രുദ്രയെപ്പോലെ അല്ല ഞാൻ. ഞങ്ങൾ കീഴ്ജാതിക്കാരാണ്. അച്ഛനും അമ്മയും 2 തരം കീഴ്ജാതിക്കാർ. അവൻ ഒന്ന് നിർത്തി പ്രതികരണം കാത്തു. ഉയർന്ന ജാതിയാണെന്ന് അനിൽ എങ്ങനെ അറിഞ്ഞു? രുദ്ര മേലെപ്പാട്ട എന്നാണ് ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അനിൽ ഊഹിച്ചതാവും. കുറച്ച് നിമിഷത്തെ ഇടവേള കഴിഞ്ഞ് അവൻ ജാതിപ്പേരും വ്യക്തമായി പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആശങ്ക എന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴമളക്കാൻ പോരുന്നതാണെന്ന് കരുതിയതുകൊണ്ട് തന്നെ ആ വാക്കുകൾ വളരെ ലാഘവത്തോടെ ചെവിയിൽ സ്വീകരിച്ചു. തമാശ പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. ചിന്തിക്കാൻ വേറെ എന്തെല്ലാം കിടക്കുന്നു. അച്ഛനും അമ്മയും അധികം സംസാരിക്കാതായിട്ട് മാസങ്ങളായി. ഞങ്ങൾ എതിർക്കില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കുകയുമില്ല. പക്ഷേ വിവാഹം നടത്തിത്തരാൻ നിർബന്ധിക്കരുത്. അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ. ഞങ്ങൾക്കിതിലൊട്ടും താല്പര്യമില്ല. തീരുമാനം ഉറച്ചതാണെന്നറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അതാണ്. മുനിസിപ്പൽ കൗൺസിലിൻ്റെ മീറ്റിംഗ് എന്നും പറഞ്ഞ് മുഖം തരാതെ അമ്മ ധൃതിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. 10:30 സബ് രജിസ്ട്രാർ ഓഫീസിലെത്തണം. ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ മിക്കവരും വരും. ചെറിയൊരു ഭക്ഷണം സവേരയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഇനി എങ്ങനെ കയറി ചെല്ലും എന്നൊരു വിമ്മിട്ടമുണ്ട്. അച്ഛനും അമ്മയും ഇതുവരെ ഒന്നിനും എതിർത്തിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം എന്തിനാണ് അവർക്ക് ഈ പിടിവാശി? ഓരോന്നോർത്ത് കൂട്ടിക്കിഴിച്ച് കിടക്കയിൽ മലർന്നു കിടന്നു. ചെയ്യുന്നത് ശരിയോ തെറ്റോ? അനിലിൻ്റെ കീഴ്ജാതിക്കാര്യം വീണ്ടും ഓർമ്മിച്ചു. അല്ലെങ്കിൽ എന്തിനാണ് ഈ അസ്വസ്ഥത? ഏതു ജാതിയാൽ എന്താണെന്ന് ശക്തിയുക്തം വാദിച്ചിരുന്നതല്ലേ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ? കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് സുപരിചിതമായൊരു ഗന്ധം മൂക്ക് തുളച്ച് കയറി വരും പോലെ തോന്നി. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ തറവാട്ടിൽ ഒഴിവുകാലം ചെലവിടാൻ പോകുമ്പോൾ പരിചിതമായിരുന്ന അതേ മനുഷ്യഗന്ധം. കോരൻ തേങ്ങയിട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ആ ഗന്ധം. തെങ്ങു കയറാനും മുറ്റം ശരിയാക്കാനും വേലി കെട്ടാനും പുല്ല് ചെത്താനും ഒക്കെ കോരനാണ്. വാഴനാരുകൾ കനത്തിൽ കെട്ടിവെച്ച തളപ്പെടുത്ത് കാലിലിട്ട് അറ്റം കാണാത്ത തെങ്ങിൻ്റെ മുകളിലേക്ക് ശരം വിട്ട പോലെ കയറുന്ന കോരനെ വല്ലാതെ അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുക. തേങ്ങ വീഴും. മാറി നിൽക്കുന്ന അമ്മ എത്ര ശാസിച്ചാലും അവിടെ നിന്ന് മാറില്ല. കാരണം തെങ്ങിൽ നിന്നിറങ്ങിയാൽ കോരൻ കരിക്കു വെട്ടി ഇളം കാമ്പ് ചിരട്ടിൽ കോരിയെടുത്തു തരും. പിന്നെ ചന്ദന നിറമുള്ള കുരുത്തോല കൊണ്ട് പലതരം കളിപ്പാട്ടങ്ങളുണ്ടാക്കും. ഓലപ്പായ, പീപ്പി, പന്ത്, പൂക്കൂട. സ്കൂൾ തുറക്കുമ്പോൾ നഗരവാസികളായ സഹപാഠികളെ അസൂയപ്പെടുത്താനുള്ളതാണ് ആ കളിപ്പാട്ടങ്ങൾ. അതിനു പകരം റോസാപ്പൂവോ ചോക്ലേറ്റോ തരാമെന്ന കൂട്ടുകാർ കെഞ്ചും. ഒരു അവധിക്കാലത്ത് മൂളലോടെ പായുന്ന അമ്പും വില്ലുമാണ് ഉണ്ടാക്കി തന്നത്. അമ്പെയ്ത പക്ഷികളെ വീഴ്ത്താമെന്ന് കോരൻ പറഞ്ഞു തന്നു. കുറേ ശ്രമിച്ചെങ്കിലും പക്ഷെ ഒന്നിനെ പോലും കിട്ടിയില്ല. എങ്കിലും വലിയ ആത്മവിശ്വാസത്തോടെ രാമായണം സീരിയലിലെ പോലെ അമ്പും വില്ലുമായി ആ ഒഴിവുകാലം ചെലവഴിച്ചത് ഓർക്കുന്നു. അന്നൊക്കെ എൻ്റെ സ്വകാര്യമായ അഹങ്കാരമായിരുന്നു കോരൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോരൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശ്വാസം പിടിച്ചാണ് നിൽക്കാറ്. കോരൻ ദിവസവും പലതവണ കുളിക്കും. വസ്ത്രം കഴുകി വെയിലത്ത് വിരിച്ചുണക്കും. ചൂടുകാലത്ത് പലതവണ കിണറ്റിൻകരയിൽ ചെന്ന തലയിലൂടെ വെള്ളമൊഴിച്ച് തണുപ്പിക്കും. എന്നിട്ടും അയാൾ അടുത്തുകൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറും. വിയർപ്പിൻ്റെ, പുല്ലിൻ്റെ, പുന്നല്ലിൻ്റെ, മണ്ണിൻ്റെ, കിഴങ്ങുകളുടെ, മരപ്പൊടിയുടെ, പച്ചിലയുടെ വേർതിരിച്ചറിയാൻ അറിയാത്ത സമ്മിശ്രഗന്ധം. അത് മണ്ണിൻ്റെ മണമാണമ്മൂ. കോരൻ്റെ മണത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞ മുത്തശ്ശിയുടെ കൂടെ ഉച്ചമയക്കത്തിന് കിടക്കുമ്പോഴെല്ലാം അവർ സമാധാനിപ്പിച്ചു. എനിക്കല്ലാതെ മറ്റാർക്കും കോരൻ്റെ മണം അലോസരമുണ്ടാക്കിയതായി തോന്നിയതുമില്ല. അവന് നല്ല വൃത്തിയും വെടിപ്പും ഉണ്ടല്ലോ രുദ്ര എന്ന് അമ്മ ശാസിക്കും. പണിക്കിടയിൽ വെള്ളം കുടിക്കാനായി അടുക്കളപ്പുറത്ത് വരുന്ന കോരൻ്റെ കറുത്ത ശരീരത്തിൽ വിയർപ്പിൻ്റെ ഉപ്പുവരലുകൾ കാണാം. വടിച്ചെടുത്താൽ ശരിക്കും കല്ലുപ്പ് തന്നെ. ഒരുപാട് മൺപടവുകൾ കയറി ചെന്നാലാണ് കോരൻ്റെ വീട്ടിലെത്തുക. ചെമ്പരത്തിച്ചെടികൾ പൂത്തു നിൽക്കുന്ന മുറ്റം ചാണകം മെഴുകി വൃത്തിയാക്കിയതാണ്. ചേടിമണ്ണ് കൊണ്ട് മിനുക്കിയ തിണ്ണയും കൊച്ചു മൺവിളക്കിൻ്റെ കരിയടയാളമുള്ള വരാന്തയും. മുറ്റത്തിരുന്ന് കോരൻ്റെ കെട്ടിയവൾ നീലി ഓലത്തടുക്ക് മെടയുന്നുണ്ടാവും. അകത്തേക്ക് കയറാൻ മുത്തശ്ശി അനുവദിക്കില്ല. അവർ എലിയെയും കീരിയെയും ചുട്ടു തിന്നുന്ന കൂട്ടരാം. ഒക്കെ അശുദ്ധാവും. അങ്ങനെയാണ് മുത്തശ്ശി പറയാറ്. കോരൻ നട്ടുനനച്ചുണ്ടാക്കിയ പച്ചക്കറി കൊണ്ടാണ് ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. ഇളനീര് വെട്ടുന്നതും തേങ്ങ പൊളിക്കുന്നതും കോരൻ തന്നെ. അതിന് അശുദ്ധിയില്ല എന്ന മുത്തശ്ശിയോട് ചോദിച്ചതിന് അമ്മയുടെ കയ്യിൽ നിന്ന് പൊതിരെ അടി കിട്ടിയിട്ടുമുണ്ട്. കോരൻ്റെ വീടിനുമുണ്ടാകുമോ ആ ആദിമഗന്ധം? രൂക്ഷമായ ആ പച്ചില പുൽമണം. മുത്തശ്ശി മരിച്ച തറവാട് ഭാഗം വെച്ചതോടെ നാട്ടിലേക്കുള്ള യാത്രകൾ നിലച്ച് ഞങ്ങൾ നഗരത്തിരക്കിൽ അലിഞ്ഞു ചേർന്നു. അമ്പലത്തിൽ പോക്കും ആചാരങ്ങളും പതിയെ ഇല്ലാതായി. അച്ഛന് പണ്ടും അത്തരം ശീലങ്ങളില്ലായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ പേരെടുത്തതോടെ അമ്മയുടെ പൂജാമുറി ലൈബ്രറിയാക്കി പുതുക്കി. അമ്മ ആ വർഷം മുനിസിപ്പൽ കൗൺസിലറായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും വിവാഹത്തിന് എന്തേ അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിനക്ക് പറ്റിയതല്ല എന്നത് തന്നെ. നമുക്ക് ചേർന്ന് പോകാൻ പറ്റില്ല. അത് എന്തൊക്കെയായാലും നീ മേലെപ്പാട്ടെ കുട്ടിയാണെന്ന് ഓർമ്മ വേണം. അമ്മ അവസാന വാക്കെന്നോണം പറഞ്ഞു. ഒരു പക്ഷേ അനിലിൻ്റെ കീഴ്ജാതിക്കാര്യം അവരറിഞ്ഞിരിക്കുമോ?
പുരോഗമന ആശയങ്ങൾ പ്രസംഗിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായതിനാൽ ആ പേരും പറഞ്ഞ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മക്കൾ പോലും പുച്ഛിക്കുമെന്ന് ഭയന്നാണോ? ആകപ്പാടെ ഒരു വല്ലായ്മ. പതിവുള്ളതല്ല ഇതൊന്നും. തീരുമാനമെടുക്കുക, പ്രവർത്തിക്കുക, അതാണ് പതിവ്. ഇതൊരു പക്ഷേ വിവാഹകാര്യമായതുകൊണ്ടാവാം. സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ഫേസ്ബുക്ക് ചുമരിൽ ഒരിക്കലും മോശമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. പുറമേ മാന്യത നടിച്ച് ആരും അറിയാതെ സെക്സ് ചാറ്റ് ഇഷ്ടമാണോ, വിവാഹം കഴിക്കാത്തതെന്താ തുടങ്ങിയ അഴകുഴമ്പൻ മെസ്സേജുകൾ അയച്ചില്ല. ഇത്യാദി കാരണങ്ങൾ കൊണ്ടാണ് അനിലിനോട് താല്പര്യം തോന്നിയത് തന്നെ. വീട്ടിൽ അമ്മയ്ക്ക് അമ്പലത്തിൽ പോക്കും ഇത്തിരി വഴിപാടുമൊക്കെ ഉണ്ടെന്ന് ഒരിക്കൽ തമാശ പോലെ അവൻ കുറിച്ചതോർക്കുന്നു. അനിലിൻ്റെ അമ്മയ്ക്ക് വിവാഹത്തിന് സമ്മതമാണ്. ഫോട്ടോ അവൻ ഫേസ്ബുക്കിൽ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. വിവാഹം എന്ന ചടങ്ങ് മനസ്സിനെ ഒട്ടും സ്പർശിക്കാതെ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ജീവിതത്തിലെ സുപ്രധാനമായ ദിവസമായിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഫേസ്ബുക്കുകാർ ആരോ ഫോട്ടോ എടുത്തു. വീട്ടിൽ അനിലിൻ്റെ അമ്മ നിലവിളക്കുമായി കാത്തുനിന്നത് കണ്ടപ്പോൾ മനസ്സ് ഒന്ന് തണുത്തു. ഇതാണ് അവൻ്റെ മുറി, മോള് പോയി കുളിച്ചു വന്നോളൂ. അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ മുറിയിലൊന്ന് കണ്ണോടിച്ചു. ചുറ്റും ദൈവങ്ങളുടെ ചിത്രങ്ങളാണ്. കൃഷ്ണനും ശിവനും മഹാവിഷ്ണുവും എല്ലാം ഉണ്ട്. വല്ലാത്തൊരു അമ്പരപ്പോടെ അതിലേക്ക് ഉറ്റുനോക്കി. ചന്ദനത്തിരി കത്തിച്ചു വെച്ച അടയാളങ്ങൾ അവിടെ ഇവിടെ കാണാം. എത്തിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഫേസ്ബുക്കിലെ മതസംബന്ധിയായ പരാമർശങ്ങൾക്കു താഴെ പുച്ഛം നിറഞ്ഞ രൂക്ഷമായ അഭിപ്രായങ്ങൾ എഴുതുന്ന അനിലിൻ്റെ മുറി തന്നെയോ ഇത്? അവൻ ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. എന്നും ഉണ്ടാവും ഞങ്ങൾക്ക് അമ്പലത്തിൽ ഓരോ വഴിപാട്. അമ്മ അഭിമാനത്തോടെ മുറിയിലേക്ക് കടന്നു വന്നു. അവരുടെ കയ്യിൽ പാൽ നിറച്ചൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അനിൽ അമ്മയെപ്പോലെയാണല്ലോ. വെളുത്ത് അധികം ഉയരമില്ലാത്ത അമ്മയെ കണ്ടാലും തോന്നില്ല കീഴാളനെന്ന്. അറിയാതെ വന്നുപോയ ആ വാക്കിനെ നെഞ്ചിൻ കൂടിനകത്ത് ഞെരിച്ചുടക്കാൻ ശ്രമിച്ചു. ജാതിയിലും ആചാരങ്ങളും വിശ്വസിക്കുന്നത് കൊണ്ടാണ് സമൂഹം നശിക്കുന്നതെന്ന് പ്രസംഗിക്കാറുള്ള സർവീസ് സംഘടനയുടെ ഓഫീസിൽ പതാകയുടെ ചൂടിൽ ഉറങ്ങാൻ കൊതിക്കുന്ന അനിൽ തന്നെയോ ഇത്? ഫേസ്ബുക്കിൽ മറ്റേതെങ്കിലും അനിലിൻ്റെ പ്രൊഫൈലാവുമോ കണ്ടതെന്ന് പോലും സംശയം തോന്നി. പെട്ടെന്ന് ഓർത്തു, അനിലിനെ മാത്രം കുറ്റം പറയുന്നത് എന്തിന്? മനസ്സിൽ നിന്ന് തീർത്തും മാഞ്ഞുപോയെന്ന് കരുതിയിരുന്ന വിശ്വാസങ്ങളെല്ലാം ആദികളായി വന്നുകൂടിയത് കൊണ്ടല്ലേ കുടുംബക്ഷേത്രത്തിലേക്കൊരു വഴിപാട് നേർന്നത്. എല്ലാം മംഗളകരമായി കഴിഞ്ഞാൽ ദേവിക്കൊരു നിറമാല. എന്നാലും അനിലിനൊന്ന് പറയാമായിരുന്നു. അനിലിനോട് ഞാനതൊന്നും ഒരിക്കലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെനിക്കറിയാമായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അനിൽ വന്നത്. ഇടവപ്പാതി പിണങ്ങി നിൽക്കുന്ന ആകാശം. മുറിയിൽ വല്ലാത്ത പുഴുക്കം തോന്നിച്ചു. സോറി രുദ്ര, ഒരുപാട് വൈകി, ബോറടിച്ചു അല്ലേ? വെളുത്ത മുണ്ടും ജുബയും അണിഞ്ഞ് കുളിച്ച് വൃത്തിയായി ശരിക്കും പുതുമണവാളനായി അനിൽ കയറി വന്നപ്പോൾ മനസ്സ് ശാന്തമായി. ആ നേതാക്കൾ പോവാൻ വൈകി. സാരമില്ല രുദ്ര, നമുക്കൊരു ജീവിതകാലം മുഴുവൻ ബാക്കി കിടപ്പുണ്ടല്ലോ. കുസൃതിയോടെ അനിൽ ചേർന്ന് നിന്നു. ഇതങ്ങനെ നോക്കിയിരിക്കാൻ, പ്രണയിക്കാൻ. പിന്നെ അനിൽ സാധാരണ ഒട്ടും റൊമാൻറ്റിക് അല്ല. എല്ലാം അർത്ഥമുറിച്ചതുപോലെ പറയുകയാണ് പതിവ്. ഞാനും അതുപോലെ തന്നെ. പരസ്പരം ഇഷ്ടം പോലും വെളിപ്പെടുത്തിയത് നിസ്സംഗതയോടെ തന്നെയാണ്. മുമ്പ് തീരുമാനിച്ചിരുന്നൊരു കാര്യം നടപ്പാക്കുന്ന കൃത്യതയോടെ. അനിൽ പതിയെ വിരലിൽ തൊട്ടു. അവൻ്റെ ചന്ദന നിറമുള്ള വിരലുകൾ എൻ്റെ ഇരുനിറ വിരലുകളെ കൂടുതൽ ഇരുണ്ടതാക്കി. പതിയെ കൈ പിൻവലിച്ച് അപകർഷതയോടെ മുഖം താഴ്ത്തിയിരുന്നു. എൻ്റെ ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ മനസ്സ് പിടിച്ചുകൊണ്ടിരുന്നു. രുദ്രക്ക് നാണമോ? കാതൽ മന്ത്രിച്ചുകൊണ്ട് ചേർത്തണച്ചപ്പോൾ രഹസ്യമായി സ്വപ്നം കണ്ട നിമിഷമാണല്ലോ കടന്നു വരുന്നതെന്ന് ഓർത്തുകൊണ്ട് എല്ലാ അഹംഭാവങ്ങളെയും വിസ്മരിച്ച് പതിയെ അയാളുടെ നെഞ്ചിൽ മുഖം ചേർത്തു. പെട്ടെന്ന് ശ്വാസകോശങ്ങളെ തുളക്കുമാറെ പ്രാചീനമായൊരു ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. മരച്ചീലുകളുടെ പുതുമണം പോലെ, ചവിട്ടി മെതിച്ചിട്ട പുൽനാമ്പുകളിൽ നിന്നുയരുന്ന പച്ചമണം പോലെ, ഉപ്പുപരലുകൾ വെയിലിൽ കനം വെക്കുന്നത് പോലെ വർഷങ്ങൾക്കപ്പുറത്തു നിന്നും ആദിമമായ ആ പച്ചിരപ്പുൽമണം വീണ്ടും അറിഞ്ഞു. കറുത്ത ശരീരത്തിലെ വിയർപ്പൊഴുകുന്ന ഉപ്പുപരലുകളുമായി കോരൻ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗന്ധം. കുരുത്തോലത്തടുക്കൽ ശ്വാസമടക്കി പിടിച്ച് ഇളനീരിനു വേണ്ടി കാത്തിരിക്കുന്ന പഴയ പെൺകുട്ടിയായി ഞാൻ. മനം മടുപ്പിക്കുന്ന മനുഷ്യച്ചൂര് ഓരോ സിരകളെയും വീർത്ത് പൊട്ടിക്കുമാറ് മുറിക്കുള്ളിൽ നിറഞ്ഞു. അനിലിൻ്റെ ഇളം ചൂടുള്ള കൈകൾ തട്ടിമാറ്റി കതക് വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. മേലെപ്പാട്ടെ പെൺകുട്ടിയാണ് ഞാൻ. സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുമ്പോൾ പതർച്ചയോടെ അങ്ങനെ എന്തോ വിളിച്ചു പറഞ്ഞു. വെളുത്ത മുഖത്തേക്ക് ഇരമ്പിയെത്തുന്ന രക്തച്ചുവപ്പോടെ കീഴാളൻ എന്നെ നോക്കി പകച്ചു നിൽക്കുകയാണ്. അവൻ്റെ ആദിമ മനുഷ്യഗന്ധം വീട് മുഴുവൻ നിറയുന്നതറിഞ്ഞ് ഭയപ്പോടോടെ മുൻവാതിൽ തുറന്ന് മഴക്കോളുള്ള രാത്രിയിലേക്ക് ഇറങ്ങി. വിവാഹരാത്രിയിൽ വീട് വിട്ടിറങ്ങുന്ന ലൈഫ് ഇവൻറ്റിന് എന്തുമാത്രം ലൈക്കുകളാണ് നാളെ ഫേസ്ബുക്കിൽ കാത്തിരിക്കുന്നതെന്നൊന്നും അപ്പോൾ ഓർത്തതേയില്ല. ശ്വാസം കിട്ടുന്ന ഇടം തേടി ഞാൻ നിലവിളിയോടെ ഓടി. താങ്ക് യു. മലയാളത്തിലെ ആദ്യത്തെ കഥ ഒരു കള്ളൻ്റെ കഥയായിരുന്നു. ഈ കഥയും ഒരു കള്ളൻ്റെ കഥയാണ്. കളഞ്ഞുപോയ വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിനുള്ള പ്രാർത്ഥനകൾ. പോലീസ് സ്റ്റേഷൻ നിറയെ ആളായിരുന്നു. കുമാരിയുടെ പണവും ആഭരണവും അടങ്ങുന്ന ബാഗ് മേശപ്പുറത്ത് തുറന്നു വെച്ച നിലയിൽ കാണപ്പെട്ടു. സദാനന്ദൻ്റെ സത്യസന്ധതയുടെ സാക്ഷ്യപത്രം പോലെ അത് ക്യാമറകൾക്കും ആൾക്കൂട്ടത്തിനും മധ്യേ
കൂടുതൽ തിളക്കത്തോടെ വിരിഞ്ഞു നിന്നു. എന്തിനായിരുന്നു നിങ്ങളിവിടെ വന്നത്? SI കുമാരിയോട് നേരത്തെ ചോദിച്ച ചോദ്യം ആൾക്കൂട്ടത്തിന് വേണ്ടി ആവർത്തിച്ചു. മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കാനായിരുന്നു. കുമാരി ആൾക്കൂട്ടത്തിന് വേണ്ടി ഉത്തരം ആവർത്തിച്ചു. എവിടെ വച്ചാണ് ബാഗ് കൈമോശം വരുന്നത്? അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ ഒരിടത്ത് സ്വർണം വിറ്റാൽ കൂടുതൽ പൈസ കിട്ടുമെന്ന് ആരോ പറഞ്ഞു കേട്ട് വന്നതാണ്. മകന് എന്താണ് അസുഖം? കരളിനാണ്. കുടിച്ചു കുടിച്ചു കരൾ കളഞ്ഞതാകുമല്ലേ? എല്ലാ അമ്മമാരും നിശബ്ദരാകാനിടയുള്ള സന്ദർഭം. കുമാരിയും മൗനം പൂണ്ടു. അഹങ്കാരമൊന്നുമില്ലാത്ത സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണ് SI എന്ന് കുമാരിക്ക് തോന്നിയിരുന്നു. അങ്ങനെ തോന്നിയ സ്നേഹം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടൊന്നും തൂത്തുകളയാനാകില്ല. ആ ബാഗിനകത്ത് എത്ര രൂപയുണ്ടായിരുന്നു? SI നേരത്തെ ചോദിക്കുകയും ഉറപ്പുവരുത്തുകയും ബാഗ് കുടഞ്ഞിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്ത ചോദ്യം. ആൾക്കൂട്ടത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അത് ആവർത്തിക്കുന്നുവെന്ന് മാത്രം. ആൾക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തി ജനിക്കുകയും ആൾക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തി മരിക്കുകയും ചെയ്യുന്നതിനിടെ സ്വന്തം ഇഷ്ടത്തിനു ജീവിക്കാനുള്ള സമയം എത്ര കുറവാണെന്ന് ആലോചിച്ചിരിക്കെ മറുപടി പറയാൻ അല്പം സമയമെടുത്തു. 3.5 ലക്ഷം രൂപയും 5 പവൻ്റെ മാലയും. അതെവിടെ നിന്ന് കിട്ടി? വീട് പണയം വെച്ചിട്ടാണ്. ഇപ്പോൾ അത് കിട്ടി ബോധിച്ചല്ലോ. ഉവ്. നിങ്ങളുടെ കയ്യിലെ ഈ മുറിവുകളും തുന്നിക്കെട്ടും എങ്ങനെ ഉണ്ടായതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടെന്ന് കുമാരി നിശ്ചയിച്ചു. മുറിവുകളുടെ കഥകൾക്ക് പ്രതിഫലമായി ലഭിക്കുക സഹതാപം മാത്രമാണ്. കുമാരി മറുപടി പറയില്ലെന്ന് അയാൾക്കും ബോധ്യപ്പെട്ടെന്ന് തോന്നി. പിന്നെ അയാൾ ബാഗുമായി ബന്ധപ്പെട്ടല്ലാതെ യാതൊന്നും ചോദിച്ചില്ല. സദാനന്ദൻ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെയിൽ ഒതുങ്ങി നിന്നിരുന്ന സദാനന്ദൻ കുമാരിയുടെ സമീപമെത്തി. ഇന്നലെ ജോലിക്ക് പോകുമ്പോൾ ബാഗ് കൈവശം വന്നു പെട്ടതും വൈകുന്നേരം കൂട്ടുകാരനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് ഏൽപ്പിച്ചതും അയാൾ പറഞ്ഞു. ക്യാമറകൾക്ക് മുന്നിൽ ബാഗ് കൈമാറുന്നതായി ഭാവിച്ചു. SI ഇടയ്ക്ക് കയറി നിന്നു. നാളെ വാർത്തകളിൽ നിറയുന്നതിൻ്റെ ആനന്ദം ഇന്ന് തന്നെ അയാളെ ലഹരി പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സദാനന്ദൻ്റെ മുഖത്ത് എന്തോ ഒന്ന് വലിഞ്ഞു മുറുകുന്നതുപോലെ. ആളുകളെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്നത് മനസ്സിൻ്റെ വൈകല്യമാണെന്നും കുമാരിക്ക് തോന്നി. ഓരോരുത്തരെ കാണുമ്പോഴും മനസ്സിനകത്ത് ഓരോ അറകൾ തുറക്കുന്നു, ഒരു അറയിൽ നിന്ന് മറ്റൊന്നിലേക്ക്. അങ്ങനെ അവരെ ഓരോയിടത്ത് പ്രതിഷ്ഠിച്ച് സ്വസ്ഥത തരാത്ത മനസ്സ്. സദാനന്ദൻ്റെ മുഖത്ത് ഒന്നുകൂടി നോക്കിയപ്പോൾ ഉള്ളിലൊരു കൊളുത്ത് മുറുകി. കൃത്യമായി ഒരിടത്ത് മുറുകാനാകാതെ ആ കൊളുത്ത് കിടന്ന് പിടയുകയും ചെയ്തു. ഒരു പ്രച്ഛന്ന വേഷക്കാരൻ എന്ന് പെട്ടെന്ന് ഒരു വാക്ക് ഉള്ളിൽ നിന്ന് പൊടിഞ്ഞു വന്നു. സത്യസന്ധമായ ഒരു പ്രവൃത്തി ചെയ്തയാളെ അങ്ങനെ കണ്ടുകൂടാ എന്ന് ബുദ്ധി വിലക്കുകയും ചെയ്തു. സദാനന്ദൻ യാത്ര പറഞ്ഞു പിരിയുമ്പോൾ കളഞ്ഞുപോയ എന്തോ ഒന്ന് നേടിയതായല്ല, എന്തോ നഷ്ടപ്പെടുന്നതായാണ് തോന്നുന്നതെന്നും കുമാരിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ മകൻ്റെ മരണം കഴിഞ്ഞ് 8-ാം ദിവസമാണ് കുമാരി സദാനന്ദനെ കാണുന്നത്. ഒരു ഉച്ചനേരത്ത് വീട്ടിൽ കുമാരി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ വന്നു കയറി. കുമാരിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. അയാളുടെ മുടിയിഴകൾ കൂടുതൽ നരച്ചിരുന്നു. കിതപ്പും ക്ഷീണവും അയാൾക്ക് മുൻപേ പടികടന്നെത്തി. മകൻ മരിച്ച ശേഷം കുമാരി ആദ്യമായി അടുക്കളയിൽ കയറി. കടുങ്കാപ്പിയിട്ടു. 2 ഗ്ലാസ്സുകളിലായി അത് പകർന്നു. മരിക്കും മുൻപ് പപ്പടബോളി കഴിക്കണമെന്ന് മകൻ പറഞ്ഞിരുന്നു. ഒരു പാത്രം നിറയെ പപ്പടബോളി കുമാരി ഉണ്ടാക്കി വച്ചിരുന്നു. അവനത് കഴിച്ചില്ലായിരുന്നു. മരിക്കുന്ന ദിവസം അവന് വേണ്ടി ഉണ്ടാക്കിയ ചോറും മീൻകറിയും പഴംപൊരിയുമൊക്കെ ആരോ എടുത്തു കളഞ്ഞ് പാത്രമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അടുക്കളയിൽ അതിൻ്റെയൊക്കെ മണം തങ്ങി നിൽക്കുന്നത് പോലെ കുമാരിക്ക് തോന്നി. സദാനന്ദൻ പപ്പടബോളി കയ്യിലിട്ട് പൊട്ടിച്ച് വായിലേക്കിട്ടു. സദാനന്ദന് അത് കടിച്ചു തിന്നാൻ പാകത്തിനുള്ള നല്ല പല്ലുകളുണ്ടോ എന്ന് നേരത്തെ ആലോചിച്ചില്ലല്ലോ എന്ന്
കുമാരി കുണ്ഠിതപ്പെട്ടു. ഞാനൊരു കള്ളനാണ്, അയാൾ പറഞ്ഞു. അറിയാം എന്ന് കുമാരിയും. ശരിക്കും ഞാനൊരു കള്ളനല്ല, അന്ന് മാത്രം ഞാനൊരു കള്ളനായതാണ്, അതുമറിയാം. നിങ്ങൾക്ക് പണ്ട് ചുവന്ന കാൽപാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലുകൾ എങ്ങനെയാണ് ഇങ്ങനെ വിണ്ടുകീറിയും ചതഞ്ഞും മങ്ങിയും വികൃതമായത്? കാലുകൾ കണ്ടാലറിയാം ഒരാൾ നടന്നു വന്ന വഴികളുടെ വന്യത എന്നെവിടെയോ കേട്ടിട്ടുണ്ട്. കുമാരി ചിരിച്ചു. അവൻ നിങ്ങളെ സ്നേഹിച്ച് കൈവിടുമെന്നറിഞ്ഞില്ല. സദാനന്ദൻ സന്ദേഹിയായി. കുമാരിക്ക് അരിശം വന്നു. സ്നേഹിച്ചൊന്നും ഒരാൾക്കും ഒരാളെയും കബളിപ്പിക്കാനാകില്ല. സ്നേഹം ഒരു ഊർജമാണ്. ഊർജത്തെ നശിപ്പിക്കാനാകുമോ? അത് ഇവിടെ തന്നെ നിലനിൽക്കില്ലേ? ആരെയാണ് തോൽപ്പിച്ചത്? നിങ്ങൾ തിരിച്ചു തന്ന ബാഗ് പോലെ സ്നേഹം അതിൻ്റെ ഉടമയെ കാത്തുകൊണ്ടിരിക്കും. ഒരാൾക്കും അത് കൈയടക്കി വയ്ക്കാനാകില്ല. അങ്ങനെ ആലോചിക്കുന്നത് വെറുതെയാണ്. എനിക്ക് എന്തൊരിഷ്ടമായിരുന്നെന്നോ. സദാനന്ദൻ ഒരു വിഡ്ഢിയെപ്പോലെ നിന്നു. സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരുമെല്ലാം ഒരു ദിവസം ഒരു നിമിഷം എത്തിച്ചേരുന്ന അവസ്ഥയിൽ. ശരിക്കും നിങ്ങളൊരു കള്ളനാണ്, കുമാരി തീർച്ചപ്പെടുത്തി. അന്ന് നിങ്ങൾ മറന്നുവച്ച ബാഗ് കൈവശപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. മറ്റാരുടെയെങ്കിലും കൈവശമായിരുന്നു അത് എത്തപ്പെട്ടിരുന്നതെങ്കിലോ? കടുംകാപ്പി ഗ്ലാസ് കൊണ്ട് ചുണ്ടുമറച്ച് സദാനന്ദൻ പറഞ്ഞു. അതല്ല. കുമാരിക്ക് ശ്വാസം മുട്ടി. കുമാരിയുടെ ശബ്ദം എത്ര മൃദുവായിരുന്നു! അത്രയും മധുരമുള്ള ശബ്ദം അതുവരെ ഞാൻ കേട്ടിട്ടേയില്ലായിരുന്നു. ഇപ്പോൾ കുമാരിയുടെ ശബ്ദം മുറിപ്പെട്ട ഒരു സംഗീതോപകരണത്തിൽ നിന്നെന്ന പോലെ കേൾക്കാൻ ഇമ്പമില്ലാത്തതാണ്. സദാനന്ദൻ്റെ ചെറുപ്പത്തിലെ രൂപം പോലും എനിക്ക് ഓർക്കാനാകുന്നില്ല. അതല്ലെങ്കിൽ അന്നത്തെ ഓർമ്മയുള്ള രൂപങ്ങളുമായി നിങ്ങളെ കൂട്ടിച്ചേർക്കാനും കഴിയുന്നില്ല. പക്ഷേ എനിക്ക് കുമാരിയോട് അന്നത്തെ പോലെ ഇന്നും ഇഷ്ടം തോന്നുന്നു. അത് വേണ്ട, കുമാരി പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിച്ചു. സദാനന്ദൻ കുമാരിയുടെ വിരലുകളിൽ ഒന്ന് തൊട്ടു. അവർ അയാളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. നിരസിക്കപ്പെട്ടതിന് ശേഷവും സ്നേഹിക്കപ്പെടുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ അയാൾ അവരുടെ കൈകളിൽ പിടിമുറുക്കി. ഇനി കാണില്ലെന്നും കാണേണ്ടതില്ലെന്നും തീർച്ചപ്പെടുത്തി. അയാൾ തിരിച്ചിറങ്ങുമ്പോൾ ആ പഴയ ബാഗ് അവർ അയാളെ ഏൽപ്പിച്ചു. ഏറ്റവും ആവശ്യക്കാരുള്ളിടത്ത് നിങ്ങളിത് ഉപേക്ഷിക്കണം, കുമാരി പറഞ്ഞു. കുമാരി, നിങ്ങളൊരു കള്ളിയാണ് എന്ന് സദാനന്ദൻ പറയാതെ പറഞ്ഞു. കുമാരി പണ്ടത്തെ പോലെ മനോഹരമായ ഒരു ചിരി ചിരിച്ചു. ദൈവമേ, അയാൾ തിരിഞ്ഞു നടക്കാനാകാതെ കുഴങ്ങി. ഇവൾക്കിപ്പോഴും ഇങ്ങനെ ചിരിക്കാനാകുന്നുണ്ടല്ലോ. വഴിയിൽ വച്ചാണ് സദാനന്ദൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടത്. അവർക്കെല്ലാം വലിയ കണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചുവന്ന ബക്കറ്റുമായി പണം പിരിക്കാനെത്തിയ കൂട്ടർ. അങ്ങനെ പണം പിരിച്ച് ആർക്കൊക്കെയോ എത്തിച്ച് ലോകം മുഴുവൻ നന്മ പരക്കുമെന്ന് കരുതുന്ന ആ വിഡ്ഢിത്തത്തിൻ്റെ കുട്ടകയിലാണ് അയാൾ കുമാരിയുടെ ബാഗ് ഉപേക്ഷിച്ചത്. നന്ദി. കോഴിക്കോടിൻ്റെ സാഹിത്യോത്സവ സായാഹ്ന സദസ്സിന് ഹാർദമായ നമസ്കാരം. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്. കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മൺമറഞ്ഞ ആരുമായും യാതൊരു ബന്ധവും ഇല്ല. കഥ സഖാവ് കരുണൻ. അമ്മയായിരുന്നില്ലേ എല്ലാം? റാഡിക്കൽ ഐഡിയോളജിയുടെ മുഴുവൻ സംശയങ്ങളും തീർത്തു തന്നത് അമ്മയാണ്. കരുണന് ഒളിക്കാൻ പറ്റാത്ത ഇടമായിരുന്നു അമ്മ. കരുണ, നിന്നെ പ്രസവിച്ചത് ഇവരാണോ? പ്രസവം ഒരു പ്രക്രിയ മാത്രമല്ല സുഹൃത്തെ. അതും അമ്മ എന്ന എൻ്റെ ഐഡിയോളജിയുമായി ബന്ധമൊന്നുമില്ല. കരുണൻ്റെ ചിന്തകൾക്ക് കാരണമുണ്ട്. അയാൾ കാലത്തിൻ്റെ കൈയെഴുത്തിന് സാക്ഷിയായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല അമ്മ കവർച്ച ചെയ്യപ്പെട്ടു എന്നയാൾ അന്ന് FBയിൽ കുറിച്ചില്ല എന്നേയുള്ളൂ. കരിങ്കാലത്തിൻ്റെ രണ്ടാമത്തെ വിധിയെഴുത്തായിരുന്നു ഈ കവർന്നെടുക്കൽ. പ്രിയയുടെ അമ്മ കരുണൻ്റെ അമ്മയായിരുന്നു. ആരാണ് പ്രിയ? ചോദിച്ചവരോട് കരുണൻ പറഞ്ഞു, സുഹൃത്ത്. വിദൂര ഭാവിയെ മുൻകൂട്ടി കാണുന്ന ആൾ തന്നെയായിരുന്നു കരുണൻ. നയതന്ത്രജ്ഞനായതുകൊണ്ട് മാത്രമല്ല അയാൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ പറപ്പിക്കാത്തത്. സോഷ്യൽ മീഡിയയിലെ കിറുക്കുകൾ
കരുണൻ തപോബലത്താൽ നേരിട്ടു. ആപ്പുകൾ അകാലത്തിലടച്ച് താക്കോൽ ആഞ്ഞെറിഞ്ഞു. നമ്പർ ലോക്കിട്ട് പൂട്ടിയ ലാപ്പിന് മുന്നിലിരിക്കുമ്പോൾ ഓർത്തെടുത്തു. കുട്ടി സംഘടനയിലെ മെമ്പർഷിപ്പ് മുതൽ 22 വയസ്സിലെ പാർട്ടിയിലെ അംഗത്വം വരെ. തുടർന്ന് വെട്ടും കുത്തും ജാഥയും സമരങ്ങളും ഒതുക്കി തീർക്കലുകളും ആഹ്വാന ഗീതങ്ങളും ആജ്ഞയും കറുത്ത കൽപ്പനയുമായി വിപ്ലവം പകർന്നാട്ടം നടത്തിയ ചൊരുക്കുകൾ. ചെങ്കടലിൻ്റെ കെട്ടഗന്ധവും അലയടിയും വിയർപ്പിൻ്റെ ഉറഞ്ഞ ഉപ്പും ഉലയുന്ന കെട്ടുവള്ളങ്ങൾ പോലെ വികാരങ്ങളും മറികടന്ന ചെറുപ്പത്തിൻ്റെ കരുത്ത്. ഒരു കൂടിക്കാഴ്ചയിൽ പ്രിയ തന്നെയാണ് ചോദിച്ചത്, ദൈവവിളി കേട്ടിട്ടാണോ എല്ലാ കന്യാസ്ത്രീകളും തിരുവസ്ത്രം അണിയുന്നത് സഖാവേ? അല്ല, നേർച്ചയും കാഴ്ചയുമാണ് പലതും ശിരോലിഖിതം. സഖാവേ, എല്ലാ കന്യാസ്ത്രീകളും കന്യകമാരായിരിക്കുമോ? ആവാൻ വഴിയില്ല. സകല സഖാക്കളും പാർട്ടിയുടെ കൂച്ചുവിലങ്ങ് ഭയന്ന് ജീവച്ഛവങ്ങളായി മാറുകയാണോ? കരുണൻ മൂർച്ചയുള്ള ഒരു നോട്ടം മറുപടിയായി നൽകി. അല്ല, അവർക്ക് വിചാരങ്ങളുണ്ടാകില്ലേ? നീ രാഷ്ട്രീയ വിരോധിയായത് എൻ്റെ കുഴപ്പമല്ല, ഞാൻ രാഷ്ട്രവിരോധിയല്ല, തീർച്ചയായുമല്ല. കരുണൻ മിണ്ടിയില്ല. അയാളുടെ മൗനങ്ങളിലൂടെ പ്രിയ വാചാലയായി. മറിച്ച് സംഭവിക്കുന്നത് തീരെ വിരളവുമായിരുന്നു. കരുണൻ ചിന്തകളെ ചെമ്പിക്കാൻ വിട്ടില്ല. മടങ്ങി വന്ന് നിന്നത് അമ്മ മരിച്ചു കിടക്കുകയാണ് എന്ന ഇന്നത്തെ സത്യത്തിലായിരുന്നു. കരുണൻ മാത്രം വന്നില്ലല്ലോ എന്ന് എന്നെ കാണാനെന്ന് അമ്മ ആവർത്തിച്ച് ചോദിച്ചതായി ആരൊക്കെയോ പറഞ്ഞു. ഉച്ചയ്ക്ക് ഉണ്ണാനോ രാത്രിയിൽ ഉറങ്ങാനോ കരുണനായില്ല. ഏത് യാത്രയിലും അമ്മയുടെ വക ഒരു പൊതിച്ചോറുണ്ടാവും. ചൂടൻ കുത്തരിച്ചോറ്, അതിൽ നറുനെയ്യും ഒരു പൊടിയുപ്പും, ഒരു ഉണ്ട തേങ്ങാ ചമ്മന്തി, പൊരിച്ച ഒരു വലിയ പാളി നെയ്മീൻ, പിഞ്ചച്ചിങ്ങ മെഴുക്കുപുരട്ടി. ശർക്കര തിന്നുന്ന ശീലമറിഞ്ഞ നാൾ മുതൽ ഒരു കഷ്ണം വാഴയിൽ ഒളിപ്പിച്ച അമ്മയുടെ സ്നേഹപ്പൊതികൾ. അമ്മയായിരുന്നില്ലേ എല്ലാം? അയാളുടെ ഉശിരൻ കണ്ണുകളിൽ നീര് പൊന്തി. സുഹൃത്ത് സുശീലയോ സുന്ദരിയോ എന്നതല്ല, സ്ത്രീയാണോ അതുമാത്രമാണ് പ്രശ്നം. കെട്ടിച്ചമച്ചും വർണ്ണം ചാലിച്ചും ധീരധിക്കാരിയെ പച്ചകുത്തുമെന്ന് സംഘടന ഭീഷണി മുഴക്കി. പങ്കപ്പാടുകൾ പലതുണ്ടായി. നിറമുള്ള കഥകളും കവിതകളും പ്രചരിച്ചു. പാർട്ടിയുടെ പാർശ്വങ്ങളിലൂടെ നടന്നു പോകുന്നവർ മുതൽ പാളയത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളവർ വരെ പഴിവാക്കുകൾ പെയ്യിച്ച് പാണന്മാരായി. പ്രിയ സൗഹൃദത്തിൻ്റെ താവഴികൾ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകൾക്ക് അവർ കാത്തുനിന്നു. പാർട്ടിയുടെ പ്രതീക്ഷയായിരുന്നു കരുണൻ. കരുണന്മാർ കുറവുമായിരുന്നു പാർട്ടിയിൽ. കറുപ്പോ വെളുപ്പോ പശ്ചാത്തലം ഭാവിയെ ബാധിക്കും. പാളിച്ചകൾ പാടില്ല, പാർട്ടി പറഞ്ഞു. കരുണൻ പാർട്ടിയിലൊരു പാപിയാകരുത്. വീരശൂരൻ്റെ മുഖം നോക്കി വീമ്പോടെ അറിയിച്ചു. ഇവിടെ ആരും ആരെയും ഒരു പരിധിക്കപ്പുറം സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾ പാർട്ടിയുടെ തടവറയിലും നിരീക്ഷണ പരിധിയിലുമായിരിക്കും. അതായത് ജീവിക്കുന്ന രക്തസാക്ഷികൾ. പ്രണയം, രതി, കരുണ, സഹിഷ്ണുത, സന്തോഷത്തിൻ്റെ നേർത്ത ആസ്വാദനം ഒന്നും അനുവദനീയമല്ല. ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമാണ് അതിനൊക്കെ പാർട്ടി കാണുക. പുറത്തിറങ്ങിയപ്പോൾ പാർട്ടി കരുണനെ ചേർത്ത് നിർത്തി. ഇതൊരു പ്രത്യേക പാർട്ടിയല്ലേ കരുണ? ഉൾക്കരുത്തുണ്ടെങ്കിലും ഉൾക്കാമ്പിൻ്റെ ബലം പൊലിപ്പിക്കാൻ പാർട്ടി അനുവദിക്കില്ല. പാണ്ഡിത്യവും മറുതടയും ഒന്നും വിജയിക്കുകയില്ല. നിരോധകത്തിൻ്റെ ചുട്ടുപഴുത്ത കഠാര മർമ്മം ഭേദിക്കാതിരിക്കട്ടെ. കരുണൻ തല കുനിച്ചു നിന്നു. കരുണൻ എന്നും കീഴ്പ്പെട്ടവനാണ്, പാർട്ടിക്ക് കീഴ്പ്പെട്ടവൻ. അറിയാത്ത അണികൾ പോലും അടിമകളാണ്. കരുണൻ ഉള്ളിലൊരു കത്തെഴുതി ചുവന്ന മഷിയിൽ. പ്രിയ കൂട്ടുകാരി, നീ എന്നും എൻ്റെ കൂടപ്പിറപ്പാണ്. മരണം ദാർശനികമായ ഒരു നിശബ്ദതയാണ്, എനിക്കറിയാം. അമ്മയുടെ ഒടുവിലത്തെ മുഖം കാണാൻ അനുവാദമില്ല. ക്ഷമ. മനക്കത്തുമായി കരുണൻ കിടപ്പുമുറിയിലെ നിലക്കണ്ണടിക്ക് മുന്നിലെത്തി. അല്പം കൂടി അടുത്തു നിന്ന് കരുണനെ കണ്ടു. അതാ കാഷായ ചായം പൂശിയ ഒരു തിരുവസ്ത്രം തൻ്റെ ഉത്തമാംഗത്തിലൂടെ ഊർന്നിറങ്ങുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. 2016 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ്. അത് പിന്നീട് ഗഞ്ച എന്ന പേരിൽ ഒരു കളക്ഷൻ DC യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത്. മകളുടെ അമ്മ എന്നാണ് കഥയുടെ പേര്. കൊലക്കുറ്റം 3 പോലീസുകാരെ. കഴിവേറിയുടെ മോള് നിൽക്കണ നിപ്പ് ഒരുത്തൻ കാർക്കിച്ചു. കയ്യിലിട്ടൊന്ന് കിട്ടണം അവക്കടെ ഒരു കഴപ്പ്
വാക്കുകൾ വായ്ക്കുള്ളിൽ നിന്ന് ഞെരങ്ങിയിറങ്ങുകയാണ്. ആൺകണ്ണുകൾ അവളുടെ ശരീരത്തെ ഭൂമി മറിച്ചു വിൽക്കാൻ ശ്രമിക്കുന്നവൻ്റെ സാധ്യതകളോടെ അളന്നു. ആരോ അവളെ മുന്നോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അവൾ നിരങ്ങി നീങ്ങി. മരണപ്പെട്ട ഒരു പോലീസുകാരൻ്റെ ഒരുത്തി കൈകൾ തിരുമി പല്ലിറുമി കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, പണ്ടാരമടങ്ങിയ പന്ന പുന്നാരമോള്, കൊല്ലി ഞാൻ അവളെ. ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കാനോ നടക്കാനോ അല്പം കൂടി സ്ഥലം വേണമായിരുന്നു അവൾക്ക്. മുകളിൽ ആകാശത്തിൻ്റെ അതിരുകളിൽ മുട്ടി മുറിഞ്ഞൊഴുകുന്ന ചോര തളം കെട്ടി മേഘം. ആരുടെയോ വേദനിപ്പിക്കുന്ന വിരലുകൾ അവളെ ആ കോട്ടിലേക്ക് വലിച്ചു കയറ്റി നിർത്തി. ശരിക്കും ഒരു പ്രതിമ, ജീവൻ ഒഴുകി ഒലിച്ചു തീർന്ന ഒരു രൂപം. തടിച്ചുകൂടിയ ആളുകൾക്കിടയിൽ കൈകൾ മാറിൽ പിണച്ച് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്നത് പോലെ അവൾ നിന്നു. ആ പ്രതിമയുടെ താടിയും കവിളും മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു പാവയ്ക്ക് താക്കോൽ തിരിച്ചതുപോലെ ഇളകിക്കൊണ്ടിരുന്നു. കൂക്കുവിളികളും ചീത്തവിളികളും വായുവിൽ നേർന്നലിഞ്ഞു. അവിടം നിശബ്ദമായി. നിങ്ങൾ പറഞ്ഞു തന്നെ തീരണം, ഇനി അവസരമില്ല. കുറ്റം നിഷേധിച്ചതുകൊണ്ട് തെളിവില്ലാതാവുന്നില്ല. ആ 3 ആളെയും കൊന്നതെന്തിനാണ്? മുൻ വൈരാഗ്യമുണ്ടോ? എന്തിനാണ് അവരെ വിളിച്ചു വരുത്തി കൊന്നത്? ഉത്തരം പറയണം. കടുത്ത വാക്കുകൾ വായുവിൽ സഞ്ചരിക്കുമ്പോഴും അവൾ അനങ്ങിയില്ല. ഞാൻ ആരെയെങ്കിലും കൊന്നു എന്ന് പറഞ്ഞാൽ കൊല എന്നല്ലേ? നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നത് എന്തിനാണ്? അത് ആരുടെ കുട്ടിയാണ്? പറയൂ, ഉത്തരം പറയൂ. കഥകൾ കേൾക്കാനുള്ള ത്വരയോടെ ചെവികൾ ആ വലിയ മുറിയാകെ കൂർത്തു. ലോകമൊരു ചെവി മാത്രമാണെന്ന് അവൾക്കപ്പോൾ തോന്നി. ഇരുമ്പ് ഭിത്തികൾക്കുള്ളിലെ മനസ്സും ശരീരവും തുരന്നു കയറാനായി കടന്നലുകൾ ശ്രമിക്കുകയാണ്. അവയുടെ മൂളലുകൾ തലയ്ക്കുള്ളിൽ ആഞ്ഞടിക്കുന്ന തിരകളുടെ ശബ്ദത്തിൽ കറങ്ങി. ഞാൻ ആരെയും കൊന്നില്ല, പതിവ് പോലെ പതിയെ അവൾ അത്രമാത്രം പറഞ്ഞു. മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനു മുൻപ് പുറകിലെ വരാന്തയിൽ ആരെയോ കാത്തുനിന്ന ഏതോ ഒരു സ്ത്രീയുടെ കയ്യിലെ കുഞ്ഞ് ഉറക്കെ കരഞ്ഞത് നിശബ്ദതയിൽ മുഴങ്ങി. അവൾ കണ്ണൊന്നടച്ചു തുറന്നു. ചുരുണ്ടുകൂടി കിടന്ന ഒരു പെരുമ്പാമ്പ് നീണ്ടു നിവരുന്നത് പോലെയുള്ള ഒരു നോട്ടം അവളിൽ നിന്ന് പരിസരമാകെ നിറഞ്ഞു. അപ്പോഴും അവളുടെ ശരീരം കുഴഞ്ഞു കുനിഞ്ഞു കൂടിയിരുന്നു. അവളല്ല പറയുന്നതെന്ന് തോന്നും വിധം അവൾ പറഞ്ഞു തുടങ്ങി. സാറേ, ഞാൻ ആരെയും കൊന്നില്ല. എൻ്റെ അമ്മ കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ കാരണക്കാരെ ആരെയും ഞാൻ കൊന്നില്ലല്ലോ. കൊല്ലാനുള്ളപ്പോഴൊന്നും ഞാൻ ആരെയും കൊന്നില്ല. അമ്മയും ചത്ത് അമ്മയുടെ ഒടുക്കത്തെ കെട്ടിയോനെയും സഹിക്കാൻ ഒക്കാതായപ്പോഴാണ് റോട്ടി കണ്ട ഒരുത്തനെ ഞാൻ കയറി പ്രേമിച്ചത്. എന്നാ നല്ലൊരുത്തൻ, എന്തോന്ന് നോക്കാനാ, അങ്ങ് കെട്ടി സാറേ. പക്ഷെ എൻ്റെ ഭാഗ്യക്കേടിന് അവൻ ഉടനെ വണ്ടി ഇടിച്ച് ചത്ത്. വയറ്റുകണ്ണിയാണെന്ന് കണ്ടപ്പോൾ ചോദ്യങ്ങൾ വന്ന്. മനുഷ്യന്മാർ ജീവിക്കാൻ താമസിക്കുകയല്ല. വേല വല്ലതും ചെയ്ത് കൊച്ചിനെ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ കെട്ടിയോൻ്റെ അപ്പനത് നാണക്കേട്. അമ്മച്ചി വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസമാണ് അയാൾക്കടെ തനിക്കൊണം പുറത്തു വന്നത്. അങ്ങേരുടെ സ്വഭാവം ശരിക്കറിയണ അമ്മച്ചിക്ക് എപ്പോഴും സംശയവും. കൊച്ചുപ്രായത്തിൽ ഒരിക്കലറിഞ്ഞ ചൂടറിയാൻ സ്വന്തവും ബന്ധവും നോക്കാതെ പിന്നെയും ചാടും പെണ്ണുങ്ങളാന്ന അമ്മച്ചി പറയുന്നത്. വട്ടായി പോയി സാറേ. മടുത്തൊരു ദിവസം ഞാൻ ഇറങ്ങി. ഒരു നിവർത്തി ഉണ്ടേൽ ഇത്തിരി പോന്ന ഒരു കൊച്ചിനെയും കൊണ്ട് ഒരു തള്ളയും വീട് വിട്ട് കാട്ടിലേക്ക് ഇറങ്ങുകയല്ല. തേനാണ്, പാലാണ്, ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കൂട്ടുകാരത്തി എനിക്കുണ്ടായിരുന്നു. അവളുടെ കൂടെ നിന്ന് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിച്ച്. ഒന്നും നടന്നില്ല സാറേ. ആ രാത്രി വേണേ കിടന്നോ, കൊച്ചിനെയും കൊണ്ട് രാവിലെ പൊക്കോണമെന്ന് അവൾ പറഞ്ഞപ്പോൾ കണ്ണിൽ ഇരുട്ടായിരുന്നു സാറേ. ഒന്നോർത്ത അവളാണ് ശരി. അവളും കെട്ടിയനും കഴിയുന്നിടത്ത് ഞാനെങ്ങനെ ശരിയാവും? അങ്ങനെ പെരുവഴിയിലായി സാറേ. കൊച്ചുള്ളത് കാരണം വീട്ടു ജോലിക്കും ആർക്കും വേണ്ട. അന്നൊക്കെ ഇരുട്ടുമ്പോൾ എവിടെയെങ്കിലും കയറി പാത്തിരിക്കും. മുലക്കണ്ണി ചപ്പി കൊച്ചു ഉറക്കം തൂങ്ങും. കിടന്ന് കീറാതെ ഇരിക്കണമല്ല. നേരം വെളുത്താൽ പിന്നെ കാണണ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോകും. ചെറിയ പണി എന്തേലും കിട്ടിയാൽ ചെയ്യും.
കൈ നീട്ടാൻ മടിയില്ലാതായി സാറേ. എന്തേലും കഴിച്ചാലല്ലേ കൊച്ചിന് പാല് കിട്ടൂ. കയ്യിലുള്ളതൊക്കെ തീർന്നപ്പോൾ പട്ടിണിയായി, പട്ടിണി. വിശപ്പ് സഹിക്കാൻ വയ്യാതായി. ചത്ത് കളഞ്ഞാലോ കൊച്ചിനെയും കൊണ്ടെന്ന് പലവട്ടം ആലോചിച്ചു. പക്ഷെ പേടിയായിരുന്നു സാറേ. ഈ വിശപ്പെന്ന് പറയണതുണ്ടല്ലോ സാറേ, അത് അനുഭവിച്ച് തന്നെ അറിയണം. വെറുതെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല. 4 ദിവസം പട്ടിണി കിടക്കണം, അപ്പം അറിയാം അതിൻ്റെ വെപ്രാളം. സാറേ, ഞാൻ ആരെയും കൊന്നില്ല. വയറ് കാളിയിരിക്കുമ്പോഴാണ് സാറേ അന്ന് പറയണത് കേട്ടത്, അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിന് വെളിയിൽ ചോറ് പൊതി വയ്ക്കുമെന്ന്. ഏത് സമയത്തും 1-2 പൊതിയെങ്കിലും ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ പിന്നെ രാത്രിയാണെന്നൊന്നും ഓർത്തില്ല സാറേ. വിശന്ന് തളർന്നുറങ്ങിയ കൊച്ചിനെ റോട്ടിൽ ഉറങ്ങുമായിരുന്ന ഒരു തള്ളയുടെ അടുത്ത് കിടത്തിയിട്ടാണ് ഞാൻ ഓടിയത്. പൊതിയും എടുത്ത് വാണം വിട്ടതുപോലെ തിരികെ ഓടുമ്പോഴാ സാറേ കുറ്റാക്കുരുട്ടത്ത് ലൈറ്റ് പോലും ഇടാതെ ആ വണ്ടി ടപ്പേന്ന് മുന്നിൽ വന്ന് നിന്നത്. അതിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്ന് അത് ഏമാന്മാരാണെന്ന് അപ്പോഴാ സാറേ മനസ്സിലായത്. രാത്രിയിൽ എന്നതാടി കറക്കം എന്ന് കൂട്ടത്തിൽ പ്രായമുള്ള ആൾ ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അവക്കടെ രാത്രിയിലത്തെ ഒടുക്കത്തെ ഒരു പൊതിന്ന് പറഞ്ഞയാളൊരു മുട്ടൻ തെറി പറഞ്ഞു, ചെവി പൊട്ടിപ്പോണ തെറി. എന്നിട്ട് നീങ്ങി നിക്കടീന്ന് പറഞ്ഞു. അവരുടെ കയ്യിലെ വെളിച്ച് എൻ്റെ മേത്തേക്കും മോത്തേക്കും അടിച്ച്. കൊള്ളാല സാധനം എന്ന് ഒരുത്തം പറയണത് കേട്ടപ്പോൾ ശരിക്കും പേടിയായി എനിക്ക് സാറേ. എന്നെ ഒന്നും ചെയ്യല്ലേ സാറന്മാരെ എന്ന് ഞാൻ അപ്പം പറഞ്ഞു. അവരപ്പോൾ ഉറക്ക ചിരിച്ച്. ചാരായത്തിൻ്റെ മണം അപ്പം കുമുകുമാ വന്ന്. അപ്പോൾ ഒരുത്തൻ കയറി വന്ന് എൻ്റെ ചന്തിയിൽ കയറി പിടിച്ച് സാറേ. രാത്രിയല്ലേ സാറേ, കിടന്ന് കൂവിയാലും ആരും കേൾക്കുകയില്ല. എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ വിട്, കൊച്ചിന് പാല് കൊടുക്കാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. താഴ്ന്നു പറഞ്ഞു സാറേ. അപ്പം ആ വലിയ സാറ് ചോദിച്ച്, എത്ര നാളായടി നീ പെറ്റിട്ട്? ആണ്ട് തികഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവള് പറയണത് സത്യമാണോ എന്ന് എങ്ങനെ അറിയാമടാ എന്ന് അയാൾ അപ്പം കൂടെയുള്ളവനോട് ചോദിച്ച്. അമ്മയും മക്കളും ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ സാറേ, അവരെത്ര ചീത്തയാണേലും എന്നെ വെറുതെ വിടുമെന്ന് ഓർത്ത്. അപ്പോൾ ഒരുത്തം പറഞ്ഞ്, സത്യമാണോ എന്ന് അറിയണേ, ഒന്നീ പിഴിഞ്ഞു നോക്കണം അല്ലേ ചപ്പി നോക്കണം എന്ന്. എന്നാൽ ഞാനത് നോക്കാമെന്ന് പറഞ്ഞ വലിയ സാറ് എന്നെ വലിച്ച് ജീപ്പിലിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സാറേ. എന്നാൽ ഞാനൊന്നും ആരെയും കൊന്നില്ലല്ലോ. ഞാനല്ല സാറേ, അവരാ കുത്തിയത്. എന്നെ അവരെ എത്രയോ പ്രാവശ്യം കുത്തി. ഞാൻ കഷണമായി പോയി. വേദന എടുത്ത് വിളിച്ചപ്പം അവർ വായിൽ തുണി കയറ്റി വെച്ച്, മേത്തേക്ക് പെട്രോൾ ഒഴിച്ച്. ശരിക്കും ജീവനൊക്കെ പോയി, ഞാനങ്ങ് ചത്ത് സാറേ. എന്നാൽ ഓർമ്മ വന്നപ്പം നല്ല വിശപ്പായിരുന്നു. ആ ചോറ് പൊതി താഴെ തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാ സാറേ ബോധമില്ലാതെ മലർന്നടിച്ച് കിടക്കണം 3 എണ്ണത്തിനെയും കണ്ടത്. ജീപ്പിൽ കിടന്ന കമ്പിപ്പാര കൈവാക്കിന് കിട്ടി. ഞാനൊന്നും ചെയ്തില്ല സാറേ. ഓരോ കുത്ത് അത്ര തന്നെ, അത്രയെങ്കിലും ചെയ്യണ്ടേ സാറേ. ഒരു കുത്ത് കിട്ടിയാ ആര് ചാവാനാ സാറേ. അപ്പോഴേക്കും വിശപ്പ് സഹിക്കാനാവാതെ ഞാൻ ചോറ് തിന്നാൻ തുടങ്ങി. തണുത്ത് വിറങ്ങലിച്ച ചോറിലേക്ക് കുറെ ചുമന്ന വെള്ളം തെറിച്ച് വീണിരുന്നു. ഞാനത് മുഴുവനും തിന്ന്. ഭയങ്കര വിശപ്പായിരുന്നു. കന്യാസ്ത്രീകൾ നന്നായിരിക്കട്ടെ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി കൊച്ചിൻ്റെ അടുത്ത് എത്തിയപ്പം ആ തള്ള പറയണ്, കൊച്ചിനെ ആരോ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്തോണ്ട് പോയെന്ന്. ഞാനാരെയും കൊന്നില്ല സാറേ. കൊന്നാലും ഇവരാരും ചാവൂല്ല സാറേ. അവരെ എല്ലായിടത്തും ഉണ്ടല്ലോ സാറേ. അവർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അതിന് തെളിവ് വേണോ സാറിന്? അതാണല്ലോ സാറിന് ആവശ്യം. അവർ ചാവാത്തത് കൊണ്ടല്ലേ സാറേ ഇഴജന്തുക്കൾ പോലും ഉപദ്രവിക്കാത്ത എൻ്റെ കൊച്ചിനെയും അവര് ഇത്തിരി കുഞ്ഞാണേലും അതിനും ഉണ്ടായി പോയല്ലോ സാറേ കുത്താനൊരിടം. കുനിഞ്ഞു നിന്ന് അവൾ നീണ്ടു നിവർന്ന് ചുറ്റുമുള്ളവരെയൊക്കെ ഒന്നുകൂടി നോക്കി. മുന്നിലെ ആളിൻ്റെ കണ്ണിൽ തറപ്പിച്ചു നോക്കി. അവൾ അലറി, പട്ടി കഴിവേറി, ഇനി നിനക്ക് എന്തറിയണോടാ? എൻ്റെ കൊച്ചിൻ്റെ തന്തയായിരുന്ന അതറിഞ്ഞാൽ നിൻ്റെയൊക്കെ എല്ലാ കഴപ്പും തീരുവാടാ. അവളുടെ താടിയും കവിളും അപ്പോഴും ഒരു പാവയുടേതെന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വിറച്ചുകൊണ്ടിരുന്നു. നമസ്കാരം. കഥയുടെ പേര് ശംഖുമുഖം കാറ്റ്. ഈ കടപ്പുറത്തിനും ചേരും. അയാൾ കടലിന് അഭിമുഖമായി നിന്നു. അണിഞ്ഞിരുന്ന കറുത്ത മേൽക്കുപ്പായം കടലുപ്പ് രുചിച്ച കാറ്റിന് കളിപ്പാട്ടമായി. ദൂരക്കാഴ്ചയിൽ ഒരു വവ്വാൽ ചിറകു വിടർത്തി പറക്കുന്നതായി തോന്നിച്ചു ആ രൂപം. മുമ്പൊന്നും അങ്ങനെ ഒരാളെ അവിടെങ്ങും ആരും കണ്ടിരുന്നില്ല. കടപ്പുറത്തെ മനുഷ്യർ അയാൾക്ക് ചുറ്റും കൂടി. അയാളാകട്ടെ കടൽക്കാറ്റിനെ ആത്മാവിൽ പുണർന്നുകൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗോവർദ്ധനൻ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പേര് തന്നെ മാറ്റിയിരിക്കുന്നു.
മാരുതി എന്ന 3 അക്ഷരത്തിൽ നിങ്ങളിൽ ഒരാളായി ഇനി ഞാനും ഉണ്ടാകും. കടൽ മീനിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നിങ്ങളുടെ കുപ്പായ കീശയിൽ പിടയ്ക്കുന്ന നോട്ടുകൾ വന്നു വീഴും. കാറ്റിനെ കൈക്കുമ്പിളിൽ എടുത്തുമ്മ വെച്ചുകൊണ്ട് ഉന്മാദിയെപ്പോലെ അയാൾ തുടർന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ ചുമ്മാ വട്ടം ചുറ്റി നൃത്തം വയ്ക്കുന്ന കാറ്റിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കറൻസിയാക്കും. അയാൾ ഒരു ഐന്ദ്രജാലികനെ പോലെ ആകാശത്തിലേക്ക് കൈ ഉയർത്തി. ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ വൃത്തം വലുതായിട്ടുണ്ട്. മായാജാലം കാണാനുള്ള ആകാംക്ഷയോടെ അവരെല്ലാം അയാളിലേക്ക് ദൃഷ്ടികൾ നിക്ഷേപിച്ച് അക്ഷമരായി നോക്കി നിന്നു. വവ്വാലു മനുഷ്യൻ ഇപ്പോൾ കയ്യിലൊരു മാന്ത്രിക വടിയുമായി ജനത്തെ അഭിമുഖീകരിച്ചു. വടി അയാൾ ഭാവാദികളോടെ വായുവിലേക്ക് ഉയർത്തിയപ്പോൾ അതിൻ്റെ മുകൾ തുമ്പിൽ നിന്നും കുറേ നീലപ്രാവുകൾ കടലിനെ ലക്ഷ്യമാക്കി പറന്നുപോയി. വിസ്മയമുണർത്തുന്ന കാഴ്ചയിൽ കാണികൾ അർഷാരവം മുഴക്കി. ആരവം അടങ്ങിയപ്പോൾ മാരുതി അവരോട് വീണ്ടും ശബ്ദിച്ചു, നോക്കൂ, ഈ മാന്ത്രിക വടി കൊണ്ട് ഞാൻ നിങ്ങളുടെ ശംഖുമുഖം കാറ്റിനെ നദി പോലെ ഒഴുക്കിക്കൊണ്ടുപോകും. നമ്മുടെ നഗരങ്ങളും അതിൻ്റെ വാലുപോലുള്ള ഉപപ്രാന്തങ്ങളും കാറ്റിനാൽ നിറഞ്ഞ് ശുദ്ധമാകും. രാജ്യത്ത് പങ്കകൾ നിർമ്മിക്കുന്ന കൂറ്റൻ കമ്പനികൾ അടച്ചുപൂട്ടും. പകരം ശുദ്ധവായു ഉൽപ്പാദിപ്പിക്കുന്ന ഭീമൻ കമ്പനികൾ രാജ്യമെമ്പാടും സൃഷ്ടിക്കപ്പെടും. ശീതീകരണ യന്ത്രങ്ങൾ നൽകുന്ന തണുപ്പിച്ച കാറ്റിനേക്കാളും മികച്ച കാറ്റ് നൽകുന്ന എയർ കൂളറുകൾ നമ്മൾ ഉണ്ടാക്കും. രോഗാണുമുക്തമായ ശുദ്ധീകരിച്ച പ്രകൃതിയുടെ ഇളം കാറ്റ് വേനലിൽ ചുട്ടുപൊള്ളുന്ന ഇടങ്ങളിലെല്ലാം നിർമ്മമമായ കാറ്റുപാതകൾ നിർമ്മിക്കും. നമ്മുടെ കാറ്റ് മനുഷ്യജീവിതം മാറ്റിമറിക്കും. സൂര്യൻ്റെ തീനാവുകൾ നക്കിക്കുടിക്കുന്ന ഭൂമിയുടെ വരണ്ട വിണ്ടലം നമ്മുടെ കാറ്റിൻ്റെ നനവേറ്റ് പച്ചയാകും. യുവതയുടെ പ്രണയരാഗങ്ങൾ പുതിയ കാറ്റിൽ തൊടുത്തു ചുവക്കും. മനുഷ്യബന്ധങ്ങൾ ഊഷ്മളവും വർണ്ണസമൃദ്ധവുമാകും. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്കും എൻ്റെ കൂടെ ചേർന്നുകൂടെ? മാരുതി പറഞ്ഞത് എന്താണെന്ന് അവർക്ക് ആർക്കും ഒട്ടും തന്നെ മനസ്സിലായില്ല. എങ്കിലും അയാളുടെ കണ്ണുകളിലെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി ഒച്ച ഉയർത്തി അവർ ഒരുമിച്ച് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ. കടൽ വെള്ളം ശുദ്ധീകരിച്ച് വൻതോതിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും വലിയ ജാറുകളിലുമാക്കി വിൽക്കുന്ന സൂത്രം അവർ കണ്ടതാണല്ലോ. വ്യാജവും അല്ലാത്തതുമായ ISO ബിരുദപ്പട്ടങ്ങളുള്ള ആഗോള കുത്തക കമ്പനികൾ പുഴയും തോടും കിണറും വറ്റിച്ച് കുടിവെള്ളം വിറ്റ് കുമ്പ വീർപ്പിച്ചതും കണ്ടതാണല്ലോ. ഇപ്പോഴിതാ കാറ്റ് കുപ്പിയിലാക്കി വിതരണം ചെയ്യുന്ന നവസൂത്രവാക്യവുമായി ഒരു മാന്ത്രികൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിലും ഇത്രയും കൂടുതൽ കാറ്റ് ഇവിടെ എന്തിനാണ്? കാറ്റാക്രമണത്തിൽ ചിലപ്പോൾ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഇവിടെ നിന്ന് കാറ്റില്ലാത്തിടത്തേക്കും കുറേ ഒഴുകിപ്പോകട്ടെ, മറ്റുള്ളവർക്ക് അതിൻ്റെ നന്മ ലഭിക്കട്ടെ. അവരുടെ മനസ്സ് വായിച്ചെടുത്തുകൊണ്ട് മാരുതി എന്ന മാന്ത്രികൻ ശൂന്യതയിൽ നിന്ന് മഹാശക്തിമാനായ ശ്രീ ഹനുമാൻ ഒരു തുണ്ട് മലയുമായി പറന്നു പോകുന്ന ശിവകാശി കളർ ചിത്രം അവർക്ക് മുമ്പിൽ എടുത്തു കാട്ടി. എന്നിട്ട് നാടകീയമായി തൻ്റെ പ്രഭാഷണത്തിന് ഇപ്രകാരം തുടക്കം കുറിച്ചു. എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, രാമായണ കഥയിലെ വീരപുത്രൻ ഹനുമാന്റെയും മഹാഭാരതത്തിലെ അജയ്യനായ ഭീമൻ്റെയും പിതാവ് വായുദേവനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ഭീമനും ഹനുമാനും വായുപുത്രന്മാരായ സഹോദരന്മാരാണെന്ന് തിരിച്ചറിയുന്ന ഒരു മനോഹര സന്ദർഭമുണ്ട് മഹാഭാരതത്തിൽ. പ്രിയതമയ്ക്ക് കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന ഭീമസേനൻ വഴി തടഞ്ഞിരിക്കുന്ന പടുവൃദ്ധനായ ഒരു വാനരനെ കണ്ടുമുട്ടുന്നു. കിഴവൻ കുരങ്ങൻ്റെ വാലുപോലും ഒന്നനക്കാനാകാതെ അഹങ്കാരിയായ ഭീമൻ തോറ്റു പിന്മാറുന്നു. സ്വന്തം ജ്യേഷ്ഠനാണ് മുമ്പിലെന്ന തിരിച്ചറിവിൽ അവിടെ വീശിയടിച്ച കാറ്റിൽ ലോകത്തിൻ്റെ മുഴുവൻ സഹോദര സ്നേഹവും കൂടിക്കലർന്നിരുന്നു. അന്ന് വീശിപ്പറന്നു വന്ന സ്നേഹക്കാറ്റിൻ്റെ ഒരു തുണ്ടാണ് നിങ്ങളുടെ ശംഖുമുഖം കാറ്റ് എന്ന മഹാസത്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ വിശുദ്ധ സന്ദേശവുമായാണ് ഈ കാറ്റ് പുറം ലോകത്തേക്ക് പറക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും നിശ്വാസം ഒട്ടിപ്പിടിച്ച കാറ്റിൻ്റെ അലകൾ പുതിയ പ്രതീക്ഷയുടെ കൊടി അടയാളമായി പരിലസിക്കും. പുരാണകഥയുടെ മേമ്പടിയൊക്കെ ചേർത്തുള്ള അയാളുടെ സൗമ്യഭാഷണം അവസാനിപ്പിച്ചപ്പോൾ വലിയ കരഘോഷമുണ്ടായി.
തുറയിലെ മനുഷ്യരുടെ സ്നേഹഭാജനമാകാനും വിശ്വാസം പിടിച്ചു പറ്റാനും അയാൾക്ക് പെട്ടെന്ന് കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭൂമിക്കടിയിൽ വലിയ തുരങ്കമുണ്ടാക്കി കോൺക്രീറ്റ് കുഴലിലൂടെ കാറ്റ് നഗരങ്ങളിലെത്തും, നഗരമുഖങ്ങളിലുമെത്തും. വീണ്ടും പല കൈവഴികളിലൂടെ നാടിൻ്റെ മുക്കിലും മൂലയിലും അത് പരന്നൊഴുകും. നമ്മുടെ ദേശത്ത് ആദ്യമായി കാറ്റ് വിൽക്കുന്ന വലിയ കമ്പനികളുടെ പങ്കാളികളായി തങ്ങളും മാറുമെന്നവർ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടു. പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും കാറ്റിലൂടെ കാറ്റ് കച്ചവടക്കാരൻ്റെ വാർത്ത നഗരമാകെ പടർന്നിരുന്നു. പ്രധാന ദിനപത്രങ്ങളിൽ ആ വിചിത്ര വാർത്ത ആദ്യ പേജിൽ തന്നെ വലിയ തലക്കെട്ടിൽ സ്ഥാനം പിടിച്ചു. കാറ്റിലൂടെ ചരിത്രം സൃഷ്ടിക്കാൻ ഒരാൾ, കാറ്റിൻ ചിറകളുടെ ഒരു മാന്ത്രികൻ, കാറ്റ് വിൽപ്പനയുടെ പുതിയ സൂത്രധാരൻ, ഇങ്ങനെ പോകുന്നു തലക്കുറികൾ. ശംഖുമുഖത്ത് ദേവീക്ഷേത്ര നടയിൽ കാവി പുതച്ച് നിറഞ്ഞ ചിരിയുമായി അയാൾ നിൽക്കുന്ന രൂപം എല്ലാ ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടു. കാറ്റിൻ്റെ നൈർമല്യമുള്ള ഒരു ആചാര്യൻ എന്നാണ് മതസംഘടനയുടെ കീഴിലുള്ള ഒരു വാർത്താ ചാനൽ മാരുതിയെ വിശേഷിപ്പിച്ചത്. ചാനലിൻ്റെ പ്രത്യേക പ്രതിനിധിയുമായുള്ള അഭിമുഖത്തിൽ മാരുതി പറഞ്ഞു, വായുദേവൻ്റെ അനുഗ്രഹമാണ് ഇത്തരത്തിലൊരു ജനകീയ പദ്ധതിയെക്കുറിച്ച് സ്വപ്നം കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. അനന്ത സാധ്യതയുള്ള അദൃശ്യ ശക്തിയാണ് പലപ്പോഴും നമ്മൾ നിസാരമായി കാണുന്ന കാറ്റിൻ്റെ നിഗൂഢ ലോകം. കാറ്റിൻ്റെ ഹൃദയം സ്ഫുടം ചെയ്ത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം നമുക്ക് വാർത്തെടുക്കാം. മാരുതി പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ്റർനാഷണൽ എന്ന ഒരു ബോർഡ് കടലിന് അഭിമുഖമായി പ്രത്യക്ഷപ്പെട്ടു. താൽക്കാലികമായി പണിത ഒരു ഷെഡിൻ്റെ മുമ്പിലാണ് അത് തല ഉയർത്തിയത്. സായാഹ്നമായപ്പോഴേക്കും അതിനു മുമ്പിൽ ആളുകൾ നിറഞ്ഞു. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ കേന്ദ്രമന്ത്രി ഇതം പ്രഥമമായി കാറ്റിൻ്റെ കമ്പനി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അടിവരയിട്ട ഒരു വാക്യം കടലിൻ്റെ മക്കളുടെ മനം കുളിർപ്പിക്കുന്നതായിരുന്നു. കടലമ്മ പിണങ്ങിയായാലും കടലിൻ്റെ മക്കളെ ഇവിടുത്തെ കാറ്റ് കൈവിടില്ല എന്നാണ് അദ്ദേഹം ആലങ്കാരികമായി തട്ടിവിട്ടത്. കാറ്റിൻ്റെ കൈകൾ വ്യാളികളെപ്പോലെ വളർന്ന് പടർന്ന് പലയിടത്തേക്ക് നീണ്ടുപോയി. ഭൂമിക്കടിയിൽ അനേകം തുരങ്കങ്ങൾ കാറ്റിനെ കുടം ഭൂതത്തെ എന്ന പോലെ വിഴുങ്ങി. കടലിൽ പോക്ക് നിർത്തി പലരും കാറ്റിനെ പിടിക്കാൻ പോയി തുടങ്ങി. അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായി നിറഞ്ഞു വീർക്കുന്ന കാറ്റിനെ അവർ ഭീമൻ ബലൂണുകളിലും വലിയ ജാറുകളിലും കുത്തി നിറച്ചു. 100 ഗ്രാം മാത്രമുള്ള കാറ്റ് ബലൂണുകൾക്ക് 100 രൂപ വരെ മാരുതി അവർക്ക് കൊടുത്തു. പല വീടുകളുടെ പൂമുഖത്തും അലങ്കാരമായി കടലിൽ പോക്ക് നിർത്തി പലരും കാറ്റിനെ പിടിക്കാൻ പോയി തുടങ്ങി. അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായി നിറഞ്ഞു വീർക്കുന്ന കാറ്റിനെ അവർ ഭീമൻ ബലൂണുകളിലും വലിയ ജാറുകളിലും കുത്തി നിറച്ചു. 100 ഗ്രാം മാത്രമുള്ള കാറ്റ് ബലൂണുകൾക്ക് 100 രൂപ വരെ മാരുതി അവർക്ക് കൊടുത്തു. കാറ്റ് നിറഞ്ഞു തൂകുന്ന ബലൂണുകൾ പല വീടുകളുടെ പൂമുഖത്തും അലങ്കാരമായി. കളിപ്പാട്ടമെന്ന് കരുതി കുട്ടികൾ അതിനെ പൊട്ടിച്ചപ്പോൾ അച്ഛനമ്മമാർ അവരെ വഴക്ക് പറയുകയും നല്ല അടി വെച്ചു കൊടുക്കുകയും ചെയ്തു. കാശാണല്ലോ കഴുതകൾ പൊട്ടിച്ചു കളഞ്ഞതെന്നവർ പരിതപിച്ചു. അവധിക്കാലമായതിനാൽ കുട്ടികളും കാറ്റുപിടിക്കാൻ ഉത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ടു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടലുകളിൽ അവർ കാറ്റിൻ കുഞ്ഞുങ്ങളെ കയറ്റിവിട്ട് അടപ്പ് മൂടി. ഇതിനിടയിൽ തുരങ്കങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ കുഴലിലൂടെ ശംഖുമുഖം കാറ്റ് നിർബാധം ഒഴുകി നഗരത്തെ ആകെ കോരിത്തരിപ്പിച്ചു. നഗര കവാടങ്ങളിലും കെട്ടിടങ്ങളിലും കാറ്റുകൊണ്ടൊലഞ്ഞു. ക്ഷേത്രങ്ങളിൽ പ്രകാശം ചൊരിയുന്ന ചിരാതുകളും നിലവിളക്കിലെ ദീപങ്ങളും അണഞ്ഞുപോയി. പള്ളികളെ അലങ്കരിച്ച മെഴുതിരി നാളങ്ങൾ കെട്ടു. കോളേജ് കുമാരികളുടെ ചൂരിദാറിൻ്റെ ടോപ്പെടുത്ത് കാറ്റ് മാനത്ത് കൊണ്ടുപോയി അമ്മാനമാടി. ഓഫീസിലും മറ്റും പോകുന്ന സ്ത്രീരത്നങ്ങളുടെ കെട്ടിവെച്ച മുടി അടിച്ചെടുത്ത് കാറ്റ് കുസൃതി കളിച്ചു. മുണ്ടെടുത്ത് നടന്നുപോയ പല ആണുങ്ങളുടെയും അർദ്ധനഗ്നത കണ്ട് കാറ്റിന് പോലും നാണമായി. കാറ്റിൻ്റെ രാസക്രീഡാ ലീലകൾ പലർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായി. പത്രങ്ങളിലെ ആക്ഷേപങ്ങളിലും അഭിപ്രായങ്ങളിലും ഇടം പിടിച്ച വാർത്തകൾ ഭരണകേന്ദ്രത്തെയും ചെറുതായി തോണ്ടി. എന്നാൽ മാരുതി എന്ന മഹാമന്ത്രവാദി അതെല്ലാം തൻ്റെ മാന്ത്രിക വടി കൊണ്ട് ശമിപ്പിച്ചു കളഞ്ഞു. ശംഖുമുഖം കാറ്റ് ദേശം വിട്ട് വലിയ ബ്രാൻഡായി വളർന്നു. കാവ്യ സ്നേഹമുള്ള സൂപ്പർ സ്റ്റാർ ബ്രാൻഡ് അംബാസിഡറായി ഫ്ലക്സുകളിൽ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യ നിർമ്മിച്ച കാറ്റിൻ്റെ തമാശകൾ എന്ന ഡോക്യുമെൻ്ററിക്ക് അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. കാറ്റിൻ്റെ ചിറകിൽ മാന്ത്രിക തൂവലുമായി മാരുതി അദൃശ്യനായി എല്ലാം നിയന്ത്രിച്ചു പോന്നു. മാരുതിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കാൻ വരെ രാഷ്ട്രീയ ചരടുവലികളുണ്ടായി. എന്നാൽ കുറുക്കനെ പോലെ സൂത്രശാലിയായ അയാൾ അത്തരം പ്രലോഭനങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ കാറ്റിൻ്റെ കച്ചവടം നിർബാധം തുടർന്നു. ഒരു ദിവസം പെട്ടെന്ന് കടലിൻ്റെ മക്കൾ അത് ശ്രദ്ധിച്ചു. തിരമാലകൾ നിന്നുപോയിരിക്കുന്നു. കടലിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പൊട്ടിക്കൊണ്ടിരുന്ന തിരക്കുഞ്ഞുങ്ങൾ അനങ്ങുന്നില്ല, ചിരിക്കുന്നില്ല. പക്ഷാഘാതം വന്ന പോലെ അതിൻ്റെ മുഖം കോടിപ്പോയിരിക്കുന്നു. കടലമ്മ മൂകമായി തേങ്ങിക്കരയുന്നതായാണ് അവർക്ക് അനുഭവപ്പെട്ടത്.
ജലം അതിൻ്റെ അനാദിയായ ചലനം ഉപേക്ഷിച്ച് എന്നേക്കുമായി നിശ്ചലമായിരിക്കുന്നു. വലിയ ഒരു നിലവിളിയോടെ അവർ കടലിനരികിലേക്ക് ഓടി. അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്നും എവിടെയും അനങ്ങുന്നില്ല. ശംഖുമുഖത്തു നിന്നും കാറ്റിൻ്റെ വേരുകൾ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കാറ്റിൻ്റെ കൈകളിൽ ഊഞ്ഞാലാടിയ ആ നല്ല കാലം അസ്തമിച്ചു പോയോ? കാറ്റിൻ്റെ ഉത്സവത്തിൽ ആറാടി തിമിർക്കാൻ ഇനി ഒരിക്കലും സാധിക്കില്ലെന്നോ? പ്രാണവായു പിടിച്ചെടുക്കാൻ പോലും ഒരിറ്റ് കാറ്റ് ഇവിടെ എങ്ങുമില്ലെന്നോ? അവരുടെ കോപം മുഴുവൻ മാരുതിയിലേക്ക് തിരിഞ്ഞു. കാറ്റ് കച്ചവടക്കാരൻ്റെ കഴുകൻ കണ്ണുകളിൽ തെളിഞ്ഞിരുന്ന ധനമോഹത്തിൻ്റെ മിന്നലാട്ടം അവർ ഓർത്തെടുത്തു. വൻമരം പോലെ ശാഖകൾ പടർത്തി വളർന്ന മാരുതി പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ്റർനാഷണലിൻ്റെ ബഹുനില കെട്ടിടം ലക്ഷ്യം വെച്ച് ജനം പാഞ്ഞു. എന്നാൽ കടലിനഭിമുഖമായി ആകാശമൊട്ടെ ഉയർന്നു നിന്നിരുന്ന കെട്ടിടം അവിടെ ഉണ്ടായിരുന്നില്ല. ഉപ്പുരാശിയുള്ള മണലിൽ കാവിയുടെ ഒരു പതാക ആരോ നാട്ടി ഉറപ്പിച്ചിരുന്നു. ശ്രീ ഹനുമാൻ ഒരു തുണ്ട് മലയുമായി പറന്നു പോകുന്ന കളർ ചിത്രം അതിൽ ആലേഖനം ചെയ്തിരുന്നു. നമസ്കാരം. ഇവിടെ ലതാലക്ഷ്മി വായിച്ച കഥ ഈ കേരളത്തിലെ സാമ്പ്രദായിക ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വിമർശന ശരമായി എനിക്ക് തോന്നുന്നു. എന്നാലും അത് കുറച്ച് ഭാവനാത്മകമായി കൂടിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഒരു ചെറുതുരുത്തായിട്ടാണ് ലോകരാഷ്ട്രീയം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ വിലയിരുത്തുന്നതും നിർവചിക്കുന്നതും. ആ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ അടക്കമുണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകളെ പർവ്വതവൽക്കരിച്ചുകൊണ്ട് ഒരു സവർണ നൊസ്റ്റോൾജിയ അടങ്ങിയ സവർണ ഗൃഹാതുരത്വത്തിൻ്റെ ഭാഷയിലാണ് ആ കഥ ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. പരമ്പരാഗത ഇടതുപക്ഷത്തിനോ സാമ്പ്രദായിക ഇടതുപക്ഷത്തിനോ ഉള്ള ഭീഷണി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അപജയമല്ല വർത്തമാനകാല ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നും അത് സവർണ ഹൈന്ദവ ഫാസിസമാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെ സാമ്പ്രദായികമായി കഥാകൃത്തുക്കളും സിനിമകളിലൂടെ സാഹിത്യങ്ങളിലൂടെ ഒക്കെ ക്ഷുദ്ര സാഹിത്യങ്ങളിലൂടെ ഉണ്ടായ ഒരു CPM വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കഥ പര്യവസാനിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമല്ല. നമസ്കാരം. സാറിൻ്റെ പേര് സിറാജ്. സിറാജ് സാർ, CPM വിരോധം തീരെ ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ജനിച്ചു വളർന്ന 40 വയസ്സുള്ള ഒരു കണ്ണിയാണ് സത്യത്തിൽ ഞാൻ. ഇടതുപക്ഷ അനുഭാവമുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ്. ഒരു കഥ നമ്മൾ എഴുതുമ്പോൾ ആ കഥ ഏത് വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കഥ പലപ്പോഴും നിർമ്മിക്കപ്പെടുകയല്ല, സംഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ കഥ വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുള്ള ബന്ധവും ജീവിച്ചിരിക്കുന്ന ആളുകളുമായോ മൺമറഞ്ഞ ആളുകളുമായോ ഈ കഥയ്ക്കില്ല. CPM വിരോധത്തിൻ്റെ യാതൊരു പ്രതിച്ഛായയും ഇതിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ചില തേങ്ങലുകൾ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നന്ദി, നമസ്കാരം. അതല്ല സർ, ഞാൻ ഉദ്ദേശിച്ചത് അത് സംവേദനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. സംവേദനം ചെയ്യുന്ന രാഷ്ട്രീയം വളരെ ക്ലിയർ ആണല്ലോ. അല്ല, സംവേദനം ചെയ്യുന്ന രാഷ്ട്രീയം എന്ന ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അതിൽ വിലയിരുത്തലല്ല, ഒരു നിർവചനമാണ് നിങ്ങൾ കൊടുത്തത്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രത്തെ, കരുണൻ എന്നുള്ള കഥാപാത്രത്തിന്റെ പേര്, അതെ, കരുണൻ എന്നുള്ള കഥാപാത്രം കേരളത്തിൽ ഏതൊരു സഖാബ് കരുണൻ എന്നുള്ളത് കേരളത്തിൽ ആരെയാണ് പ്രതീകവൽക്കരിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ സദസ്സിന് കൃത്യമായിട്ട് അറിയാം. അതാരെയാണ് ഒരു സിനിമയിലൂടെ പ്രതീകവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ? സഖാബ് കരുണൻ. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. ഒരിക്കലും ഞാൻ ഒരാളെയും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ കഥയേ അല്ല ഇത്.
ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ പറയുന്നു. കാരണം അത്രമാത്രം ഡെപ്തിലേക്കൊന്നും പോയി ഒരു സീനിയർ പൊളിറ്റീഷ്യനെയും ഇതിൽ നമ്മൾ മുഖ്യ കഥാപാത്രമാക്കിയിട്ടേയില്ല. ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു താൽക്കാലികമായ വിചാരം മാത്രമാണ്. ഈ കഥ ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ എഴുതുക. ഓക്കെ, തുടരട്ടെ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. അത് ചോദ്യം വേറൊരാണെങ്കിലും പറയുകയാണ്, ഈ സാമ്പ്രദായിക ഇടതുപക്ഷത്തിനോടുള്ള വിമർശന ചിഹ്നത്തിൽ ഒരു ധനാത്മക രീതിയിലും ഇതിനെ സ്വീകരിക്കാം. ഇത്തരം സാധനങ്ങൾ ചില പ്രതീകങ്ങളോ ചില കാര്യം, ചിലതിൽ ഒബ്വിയസ് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, ചിലതിൽ കൃത്യമായ രാഷ്ട്രീയം, ചിലമായ പ്രകടമായ സാധനം ഉണ്ടായിരിക്കും. പക്ഷേ തിരിച്ചു പറയാനുള്ളത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം മറുപടിയിലേക്ക്, സമയം അധികമില്ല എന്ന് തോന്നുന്നു. അതായത് ചില സാധനങ്ങൾ, ചില വസ്തുക്കൾ, ചില സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, ഇത് സാമ്പ്രദായിക ഇടതുപക്ഷം ഏറ്റെടുക്കുന്നതിന് പകരം കൂടിച്ചേർന്ന് പ്രവർത്തിച്ചുകൂടെ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഉദാഹരണം പറയാനുള്ളത്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്ത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നടക്കുന്നത് ശിപായി ലഹള എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. ഈ ശിപായി ലഹള ആരംഭിക്കുന്ന സമയത്ത് ബഹദൂർ ഷാ രണ്ടാമൻ്റെ കൊട്ടാരത്തിലേക്ക് കുറച്ച് ആളുകൾ വന്ന് നിങ്ങൾ ഈ സമരത്തിൽ ചേരണം എന്ന് പറയുന്നു. ബഹദൂർ ഷാ പറയുന്നുണ്ട്, ഇത് കൂലിപ്പട്ടാളവും കമ്പനിയും തമ്മിലുള്ള വിഷയമല്ലേ, ഇതിൽ മുഗൾ രാജാവായിട്ടില്ല, മുഗൾ ചക്രവർത്തിയായിട്ടില്ല, എനിക്കെന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിർബന്ധ ബുദ്ധിയാൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് ബഹദൂർ ഷയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും, അതായത് ശിപായി ലഹള എന്ന് പറയുന്ന ലഹളയുടെ ഭാഗമായി നിൽക്കുകയും ഈ ലഹള പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ലഹള പരാജയപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്നത് ഈ ബഹദൂർ ഷായെ നാട് കടത്തുകയും കുടുംബാംഗങ്ങളെ മൊത്തം വെടിവെച്ച് കൊല്ലുകയും ചെയ്യണം. അപ്പോൾ ബഹദൂർ ഷായ്ക്ക് വലിയ സംശയമുണ്ട്, ഈ കൂലിപ്പട്ടാളവും കമ്പനിയും തമ്മിൽ പ്രശ്നത്തിൽ എനിക്ക് എന്താണ് ഇടപെടാറുള്ളത്. ഈ സംശയം സാമ്പ്രദായിക ഇടപെടലിന് പല കാര്യങ്ങളിലുണ്ട്. ഇവരും അവരും തമ്മിലുള്ള കാര്യത്തിൽ എനിക്ക് എന്താണുള്ളത് എന്നുള്ളത്. അത്തരം ചില കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റെടുക്കാതെ കൂടുതൽ സഹവർത്തിത്വം, ഇന്നത്തെ കാലത്താണെങ്കിൽ സാഹിത്യത്തിൽ നിന്ന് വിട്ടുമാണ് പറയുന്നത്, ദളിത് സമരങ്ങൾ, ഭൂസമരങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ, പല രീതിയിലുള്ള പല ശ്രമങ്ങളുണ്ട്. ഇത്തരം സമരങ്ങളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി നയിക്കുക എന്നുള്ളത് സഹവർത്തിത്വത്തിൻ്റെ പാകത്തിൽ അതിനോട് കൂടെ ചേർന്ന് വ്യവസ്ഥിതികളെയും വ്യവഹാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു തുറന്ന സമീപനം ഇടതുപക്ഷം സ്വീകരിക്കണമെന്നും, ചില കൃത്യമായ പ്രതിനിധാനങ്ങൾ അത് സാഹിത്യത്തിൽ വന്നാൽ പോലും ഇത്തരം അസഹിഷ്ണുത വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം കൂടി ചേർക്കാനുള്ളത്. ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, അവസാന ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ കാണുന്ന കച്ചവടവൽക്കരണം, ഇപ്പോൾ വെള്ളം കച്ചവടവൽക്കരിച്ച് കഴിഞ്ഞു, ഇനി അടുത്ത തലമുറയ്ക്ക് വെള്ളം എങ്ങനെയൊക്കെ കിട്ടും, എത്ര പണം കൊടുത്താലോ കിട്ടുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ ഈ പ്രകൃതി വിഭവങ്ങളായ കാറ്റ്, അതൊരു പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും അല്പം അതിശയോക്തിയൊക്കെ കലർന്നു പോയി, അതിഭാവുകത്വം കലർന്നു പോയി എന്നുള്ള ഒരു ന്യൂനത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ സംഗതി വാസ്തവമാണ്. നമ്മൾ കാണുന്നുണ്ട് ഈ കോർപ്പറേറ്റ് വൽക്കരണം, പിന്നെ നമ്മുടെ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ഉപഭോഗ സംസ്കാരം കൂട്ടി കൊണ്ടുവന്നിട്ട് എന്തെല്ലാം കച്ചവടം ചെയ്യാൻ പറ്റുമോ എല്ലാം കച്ചവടം ചെയ്ത് അതിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി, ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ പിന്തുണ നേടി, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു യുഗത്തിലാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കഥാതന്തു എന്ന് പറഞ്ഞാൽ അത് പ്രസക്തമാണ്. പക്ഷേ ഇത്തിരി ആഖ്യാനത്തിൽ വല്ലാതൊരു സ്ഥൂലത വന്നു പോയി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്ന ഇതിൽ എങ്ങോട്ടാണ് പോക്കെന്നുള്ളത് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ നിർത്തുന്നത്. അത് നന്നായിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങൾ ശംഖുമുഖം കാറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. അതിപ്പം അതിശോക്തി തന്നെയാണ് കഥയും ഒക്കെ. നമ്മുടെ ആഖ്യാനത്തിൻ്റെ പരിധി വിട്ട് ഒരു സ്വപ്നാവസ്ഥയിലേക്ക് പോകുമ്പോഴാണല്ലോ കഥ സംഭവിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ കഥ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനരുടെ ദ്വാരക എന്ന കഥ വായിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഈ ഭാവനയുടെ ഉള്ളിൽ പലപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്ന സത്യം നമ്മളെയൊക്കെ മുഷിപ്പിക്കുന്നതും നമുക്കൊക്കെ വളരെ വേദനയുണ്ടാക്കുന്നതുമായ സത്യങ്ങളാണ്. ആ സത്യത്തെ തിരിച്ചറിയാൻ കഥയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് കഥയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നു. നമസ്കാരം. അല്ല, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിലൊക്കെയാണ് പല വിധത്തിൽ പലതരം മനുഷ്യർ ജീവിക്കുന്നത്. ഒരു കഥ എഴുതുമ്പോൾ, ഞാനിത് പ്രത്യേകിച്ച് ഈ ഒരു കഥ വിചാരിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, ഒരു കഥ എഴുതുമ്പം എന്തെഴുതിയാലും ഇതിൽ കൂടിയൊക്കെ കയറി ഇറങ്ങിയേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യരുടെ എന്തായാലും എഴുത്തുകാർക്കൊരു രാഷ്ട്രീയ ചിന്ത ഉണ്ടാവണം.
അത് എന്താ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ദുഃഖിക്കുന്നവനെ കാണുന്ന അല്ലെങ്കിൽ നീതി കിട്ടാനുള്ള ഒരു എഴുത്ത് തന്നെയായിരിക്കണം, അനീതിക്ക് എതിരെയുള്ള എഴുത്ത് തന്നെയായിരിക്കണം. അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളതൊരു പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ പെടുത്തിയ ഒരു കഥ അങ്ങനെ വിചാരിക്കാതെ അതിനകത്തുള്ള ബന്ധങ്ങളെയും അതിനകത്തുള്ള വികാരങ്ങളെയും കൂടി കണ്ടിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചാൽ കുറച്ചുകൂടി എഴുത്തുകാർക്കത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. എഴുത്തിൻ്റെയും വായനയുടെയും ഒരു സഹിഷ്ണുതയാണ് നമ്മൾ എഴുത്തെന്ന് പറയുന്നതിൻ്റെ എഴുത്തിൻ്റെയും വായനയുടെ ഒരു പാരസ്പര്യം എന്ന് പറയുന്നത് ആ ഒരു സഹിഷ്ണുതയാണല്ലോ. ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ അമ്മ മരിച്ചിട്ട് കാണാൻ പോകാൻ പറ്റുന്നില്ല എന്നാണ് സഖാവിൻ്റെ ദുഃഖം. അതിൽ നമ്മളൊരു പ്രത്യേക പാർട്ടിയെയോ ഒരു പ്രത്യേക ആളെയോ ലക്ഷ്യം വെച്ചല്ല കഥ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ കുറച്ചും കൂടി ഒരു സമചിത്തതയോടുകൂടി കുറച്ചുകൂടി ഒരു സഹിഷ്ണുതയോടുകൂടി അതിനെ കാണണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമസ്കാരം. ഒരു സാഹിത്യ കൃതിയിലെ കഥയിലോ കവിതയിലോ ആവട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയെയോ പൊളിറ്റിക്സിനെയോ വിമർശിക്കുമ്പോൾ ഉടനെ കഥാകൃത്ത് അതിനെ ന്യായീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ ന്യായീകരിക്കേണ്ടത് ഒരിക്കലും കഥാകൃത്തിൻ്റെ ബാധ്യതയല്ല. അത് കേൾവിക്കാരൻ്റെ അസഹിഷ്ണുതയുടെ ഒരു വെളിപ്പെടുത്തലായി മാത്രം കാണുക. ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് ഇങ്ങനെ മാപ്പപേക്ഷിക്കാതിരിക്കുക. പിന്നെ കീഴാളൻ എന്ന കഥയെപ്പറ്റി, കീഴാളനും മേലാളത്തിയും ഒരേ തരത്തിലുള്ള അപരവ്യക്തിത്വങ്ങൾ സൂക്ഷിച്ചിട്ടും കീഴാളൻ്റെ അപരവ്യക്തിത്വത്തിൽ നിന്ന് മേലാളത്തിക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്പേസ് കൊടുക്കുകയും കീഴാളൻ അവിടെ നിസ്സഹായനായി നിൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ പരമ്പരാഗതമായ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിട്ട് തോന്നി. ആ കഥ ആ അർത്ഥത്തിൽ ഒരു പിന്തിരിപ്പൻ കഥ പോലെയാണ് എനിക്ക് അതിൻ്റെ അവസാനത്തിൽ അനുഭവപ്പെട്ടത്. പിന്നെ ഒരു മലയാള അധ്യാപിക എന്നുള്ള നിലയിൽ കഥ വായിച്ച എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, കഥയും കവിതയും എന്തും നമ്മൾ കേട്ട് ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുന്നവരുടെ ഉച്ചാരണം പോലും വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും മലയാള ഭാഷ ഏത് രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് കേൾക്കാനുള്ള അവസരം വളരെ കുറവായിരിക്കുന്ന ഒരു കാലത്ത് കഥാകൃത്തുക്കളുടെ പലരുടെയും ഉച്ചാരണ സ്ഫുടത വളരെ മോശമായിരുന്നു എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയുന്നുണ്ട്. ഒരുപാട് അക്ഷരങ്ങൾ കൃത്യമായ രീതിയിലല്ല വാക്കുകളും അക്ഷരങ്ങളും നിങ്ങൾ ഉച്ചരിക്കുന്നത്. ദയവ് ചെയ്ത് അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അത് ഭാഷയോടുള്ള കൊടും ക്രൂരതയാണ്. കീഴാളൻ തീർച്ചയായും ഒരു പിന്തിരിപ്പൻ കഥയാണെന്ന് പറഞ്ഞതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ പുരോഗമന ചിന്താഗതി ഉണ്ട് എന്ന് ഭാവിക്കുന്നവരുടെ ഇടയിൽ പോലും പിന്തിരിപ്പൻ മനസ്ഥിതി ഉണ്ട് എന്നുള്ള ഉറപ്പിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിന് ഒരു പിന്തിരിപ്പൻ ചോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. നന്ദി. ഉച്ചാരണ സംബന്ധമായി പറഞ്ഞത് ആരെയാന്ന് കൃത്യമായിട്ട് ഇവിടെ ആർക്കും ഒരു ഐഡിയ ഇല്ലെങ്കിലും പറയാനുള്ളത് ഇത് സദാനന്ദൻ, പിന്നെ അവധൂതൻ, ഈ ധാ പോലെയുള്ള അങ്ങനത്തെ കുറേ വാക്കുകളുടെ ഉച്ചാരണം വന്ന കഥകളിലാണ് എനിക്ക് പ്രകടമായത്. എന്നാലും പൊതുവെ ഒരുപാട് വാക്കുകൾ പറയുന്നതിനകത്തും കുറച്ചുകൂടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ അത് വായിച്ചാളോട് പറഞ്ഞു. ഞാൻ പൊതുവെ ഞാൻ ഒറേറ്ററി സ്കില്ല് വളരെ കുറഞ്ഞൊരു മനുഷ്യനാണ് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ വായന എന്ന് പറഞ്ഞതിൽ പരിമിതികളുണ്ട്. അച്ചടി ഭാഷയിലാണ് വ്യക്തിപരമായിട്ട് പറയുന്നത്. ഞാൻ കയറുമ്പോൾ തന്നെ ചന്ദ്രകുമാറിനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ 2 ചെറിയ കഥ വായിക്കും. കാരണം എനിക്ക് ഒന്നാമത് എൻ്റെ കഥകൾ നീണ്ട കഥകളാണ്. വായിച്ചിട്ട് ഞാൻ തന്നെ കിതയ്ക്കും. എനിക്ക് വീസിങ് പ്രശ്നമുണ്ട്, അതുകൊണ്ട് കിതച്ച അവസ്ഥനാവും. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒറേറ്ററി സ്കില്ല് തീരെയില്ല. ഒരു അച്ചടി ഭാഷയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷയിലെ കഥ പറയാനുള്ളൂ, ഒരു ഭാവം കൊടുത്തത്. എനിക്ക് തോന്നുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തനുജ വായിച്ച കഥയായിരിക്കും. കാരണം തനുജ സംഭാഷണം ഒക്കെ കൃത്യമായിട്ട് വേർതിരിച്ചെടുത്ത് അതിനൊരു ഭാവം തലക്ക് കൊടുത്ത്. എനിക്ക് ആ ഒറേറ്ററി സ്കില്ലില്ല. ആ ഒറേറ്ററി സ്കില്ലില്ലാത്തവർക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെഷനിൻ്റെ ഭാഗമായിട്ട് കഥയെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരും വലിയ കഥ പറയാനൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒറേറ്ററി സ്കിൽ ഇല്ലാത്തൊരു പ്രശ്നം വ്യക്തിപരമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വളരെയധികം മൗലികവാദം വേണോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. ഞാനത് കൊടുക്കാം. ഇതിനിടയിലൊന്ന് ഇടപെട്ടോട്ട് ഒരു മലയാള അധ്യാപിക കൂടിയായ എനിക്കതിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ശ്രീകൃഷ്ണൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. ശ്രദ്ധ എന്നാണ് ഞങ്ങൾ പറയുക. SHREE ആണ് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ കേട്ട പോലെ എനിക്ക് തോന്നി. അല്ല, എൻ്റെ കേൾവിയുടെ തകരാറായിരിക്കാം. അപ്പോൾ ഞങ്ങൾ
അക്ഷരത്തിൻ്റെ കാര്യത്തിൽ, അക്ഷരശുദ്ധിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ബാർഗെയിനിങ് ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാലം മാറിയ അനുസരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ എഴുതാൻ അറിഞ്ഞുകൂടാത്തവർ, വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ പറയുന്ന കഥകൾ പോലും പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്നത്. അവർക്കൊരു ആശയവിനിമയം, ഞാനിതിപ്പം എല്ലാവരും എഴുത്തുകാർ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ കുട്ടികളും വായിക്കണം. എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള അവരുടെ ജീവിതങ്ങൾ അതൊക്കെ ഇവിടെ എഴുതപ്പെടുന്നുണ്ട്. ആ ജീവിതങ്ങളുമൊക്കെ, ആ പാർശ്വവത്കരിക്കപ്പെട്ട ജീവിതമൊക്കെ നമ്മൾ അറിയണം. അപ്പം എഴുത്തിലും വായനയ്ക്കും ഒന്നും ഒരു കൃത്യമായി ഇത്രയും നിലവാരം പുലർത്തിയില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ, പരസ്പരം നമുക്ക് എന്തൊക്കെ ആശയവിനിമയം നടത്താൻ സാധിക്കുമോ, അതിന് ഇത്തിരി മൂല്യം ആ ഒരു പറയുന്ന രീതിയിൽ, ആ പറയുന്ന ആശയത്തിനല്ല, അതിൽ ഇത്തിരി കുറവുണ്ടെങ്കിലും നമ്മളൊക്കെ കൂടെ അറിയാവുന്നവർ ശരിയാക്കി കൂടെ കൊണ്ടുപോവുക. കഴിയുന്ന അത്രയും അവരെ കൂടുതൽ നന്നായി പഠിപ്പിക്കുക, അത്രയും വിചാരിച്ചാൽ മതി. അല്ലാതെ ഒരു കഥ ഒരു പക്ഷെ നന്നായി ഉച്ചാരണ ശുദ്ധി ഇല്ലാത്ത ഒരാൾ പോലും നല്ല ഒരു ആശയത്തിൽ നല്ലൊരു കഥ എഴുതിയാൽ അത് വന്ന് വായിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അക്ഷരമേ നിന്നെ എനിക്ക് ഇച്ഛ പിടിച്ചു നിന്നിൽ അരമുള്ളതിനാൽ. ഇത്രമാത്രം പറഞ്ഞോട്ടെ. കുഞ്ഞുണ്ണി മാഷയുടെ വളരെ പ്രശസ്തമായ കവിതയാണ്. കഥ വായിച്ചപ്പോൾ ഉണ്ടായ ചില ഉച്ചാരണ ശുദ്ധിയെ സംബന്ധിച്ച് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ അസഹിഷ്ണുത പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ രണ്ട് ചേരിയാവേണ്ട കാര്യവും അല്ല. രണ്ട് ചേരി ഒരിക്കലും ഇല്ല, ഒരിക്കലും അതൊക്കെ തോന്നുന്നതാണ്. ഇരിക്കുന്നവരെല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. പറയാനുള്ള അവകാശം കേൾക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ട്. കേൾക്കാനുള്ള സ്വാതന്ത്ര്യം അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി അത് അവതരിപ്പിച്ചവർക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, അക്ഷരശുദ്ധി വളരെ പ്രധാനമാണ്, മോഡുലേഷൻ പ്രധാനമാണ് എന്നല്ല, അത് അംഗീകരിക്കാനുള്ള ഒരു സഹിഷ്ണുത അവതരിപ്പിക്കപ്പെടുന്ന ആൾക്കുണ്ട് എന്നുള്ളത് അനുവാചകന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് പിന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനാണ്. അയ്യോ, ഒരിക്കലും അല്ല സാർ, ഒരിക്കലും അല്ല സാർ, അത് തോന്നുന്നതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ശ്രീ ചന്ദ്രപ്രകാശിന്റെ ശംഖുമുഖം കാറ്റ്, അത് ഒരു പ്രവചന സ്വഭാവമുള്ള കഥയാണ്. ഇന്ന് വെള്ളം, അത് കഴിഞ്ഞ് വായു, ഇപ്പോൾ കനേഡിയൻ കമ്പനികൾ ലോകത്ത് ആകമാനം പുതിയ കമ്പോളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കവറിനകത്ത് കാറ്റ് കയറ്റി അത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വളരെ സറിയലിസ്റ്റിക് ആയിട്ട് അത്ര മാത്രം വന്നോ എന്ന് ചോദിച്ചാൽ അത്ര വന്നില്ല. പക്ഷേ ഭാവനയെ അങ്ങനെ തുറന്നു വിട്ടുകൊണ്ട് എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു മലയാള കഥാകാരൻ്റെ ഒരു 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 ആഗോള തലത്തിലേക്കുള്ള വികാസമായി തന്നെ അതിനെ കാണണം. അദ്ദേഹത്തിൻ്റെ കഥയുടെ വികാസ പരിണാമത്തിലൊരു മുഖ്യ ചവിട്ടുപടിയായിട്ട് അതിനെ കാണണം. അദ്ദേഹത്തിൻ്റെ കഥ പലതും വായിച്ചിട്ട് ഈ കഥ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നുള്ളൊരു മാറ്റമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോഴാണ് ആ കഥ പിന്നെ വായിച്ച് കേൾക്കുന്നത്. അതിനു മുമ്പ് ആ മാസിക ഞാൻ വായിച്ചിട്ടുള്ളതാണ്. എന്തായാലും അപ്പോൾ ഭാവുകത്വം എത്ര വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ നമ്മളല്ല, അത് കഥാകാരനാണ്. അയാളുടെ ഭാവന അഴിച്ചു വിട്ടോട്ടെ, അതങ്ങനെ പറന്നോട്ടെ. പക്ഷെ അത് നമ്മൾ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത് അനുവാചകരിൽ. നമ്മുടെ ഭാവനയെ ഉയർത്തിവിടാനുള്ള ഒരു ഉത്തേജനം ആ ഭാവനയിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ മാജിക്കൽ റിയലിസം, സർറിയലിസം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവുന്നത്. അത് ബാബുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചന്ദ്രപ്രകാശിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് ഞാൻ കാണുന്നു എന്നാണ്. നമസ്കാരം. മലയാള ഭാഷ, എൻ്റെ ഭാഷയ്ക്ക് ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. ഞാൻ മലയാളം അധ്യാപകനൊന്നുമല്ല. അപ്പോൾ ശ്രേഷ്ഠ ഭാഷയെക്കുറിച്ചൊക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ. ആ സമയത്ത് ഭാഷ ശുദ്ധമായ ഭാഷയായിരിക്കണമെന്ന് സംസാരിക്കുന്നതിന് അഭിപ്രായത്തെ നമ്മളങ്ങനെ
പല്ലും നഖവും ഉപയോഗിച്ച് എതിരിടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നാണ്. സഖാവ് കരുണൻ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ച ആ ആശയം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറുകളിൽ നിന്ന്, അതിൻ്റെ ഫ്ലെക്സുകളിൽ നിന്നൊക്കെ മാർക്സും ആംഗിൾസും ഒക്കെ ഇറങ്ങിപ്പോയി ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും അതുപോലെ പാർട്ടിയുടെ മീറ്റിങ്ങിന് പകരം ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ കൊണ്ടാടുന്നതിൻ്റെ ഒരു നേർ കണ്ണാടിയാണ് എന്ന് പറയാൻ എന്ത് ധൈര്യക്കുറവാണ് അങ്ങക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അതാണ്. അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. പറഞ്ഞു വെച്ചത് അതാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന അതാണ് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ. മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് സത്യത്തിൽ. നമ്മൾ ഏത് പാർട്ടി ആയാലും എല്ലാ പാർട്ടിയും മനുഷ്യത്വത്തിന് വേണ്ടി അൾട്ടിമേറ്റ്ലി ആ യുദ്ധം മനുഷ്യത്വത്തിൽ എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഏത് പാർട്ടിയുടെ ഏത് നിറം എന്നുള്ളതൊന്നും പ്രസക്തമല്ല. പ്രസക്തം അടിസ്ഥാനപരമായി മനുഷ്യത്വത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പച്ചയായ ജീവിതത്തെ ചിത്രീകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മനുഷ്യൻ അംഗീകരിക്കേണ്ടതില്ല. കീഴാളൻ എന്ന കഥയ്ക്കകത്ത് ഒരു വെളുത്ത കഥാപാത്രം, അനിൽ എന്ന കഥാപാത്രം, വെളുത്ത ആൾ കീഴ്ജാതിക്കാരനല്ല എന്നൊരു ധ്വനി ആ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് കള്ളൻ എന്ന കഥയ്ക്കകത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചുവന്ന ബക്കറ്റുമായി പിരിവിനിറങ്ങുന്ന ദുരന്തം സംഭവിച്ചിടത്തേക്ക് പിരിവ് നൽകുന്ന ആ വിഡ്ഢികളുടെ സ്വർഗത്തിൽ എന്ന് പറയുന്നുണ്ട്. അത് ആ വിഡ്ഢികളുടെ സ്വർഗമാണെന്ന് പറയുന്നത് ശുദ്ധ വഷളത്തരമാണെന്ന് ഞാൻ ഇവിടെ പറയുന്നു. മൂന്നാമത്തത്, ഇവരിവിടെ സൂചിപ്പിച്ച വിഷയം, ഈ കഥ വായിക്കുന്ന സമയത്ത് ശബ്ദത്തിൻ്റെ ഉച്ചാരണം, ഈ കഥ സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്ക് വരെ, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് വിക്കുള്ളവർക്ക് വരെ കഥ എഴുതാം എന്നാണ് എൻ്റെ അഭിപ്രായം. കീഴ്ജാതിക്കാരൻ വെളുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ കീഴാളൻ എന്ന കഥ എഴുതിയത് എൻ്റെ ചുറ്റുമുള്ള ചില യഥാർത്ഥമായ സംഗതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ്. ഈ കഥ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു 10 ആളെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവും. അവരെല്ലാം ഞാൻ ഒരു കീഴാളനാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവരെല്ലാവരും പ്രൊഫഷണലി വളരെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജിലും കീഴാളനായിപ്പോയി എന്നതിൻ്റെ ദുരന്തം. ഒരുപാട് വയസ്സായ ആളുകൾ വരെ വിളിച്ചിരുന്നു, 75 വയസ്സൊക്കെ ആയ ആളുകളൊക്കെ. പക്ഷെ അവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജിലും ഈ കീഴാളൻ എന്നുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് മിനിഞ്ഞാന്ന് കൂടി ഇതിലൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ജീവിക്കാൻ ആഗ്രഹം ഇല്ല എന്നുള്ളത്. വളരെ നല്ല സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്ന 2 പേരാണ് അവർ. പിന്നെ പൊതുവേ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാനതിൽ കാണിക്കാൻ ശ്രമിച്ചത്. കീഴ്ജാതിക്കാരൻ കറുത്ത നിറമാണെന്നും ഉയർന്ന ജാതിക്കാർക്ക് സൗന്ദര്യവും സമ്പത്തും മനോഹാരിതയും ഒക്കെ ഉള്ളത് ഉയർന്ന ജാതിക്കാർക്കാണെന്നും ഒക്കെ ഉള്ളൊരു സങ്കല്പം പൊതുവേ ആളുകൾക്കിടയിലുണ്ട്. അത് എത്ര നിഷേധിച്ചാലും നമുക്ക് ഇല്ല എന്ന് പറയാനാവില്ല. കാരണം കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവൾ സത്യത്തിൽ ഒരു മേൽജാതിക്കാരി അല്ല, പക്ഷെ ഒരുപാട് പേര് അവൾ ഒരു മേൽജാതിക്കാരിയാണെന്ന്, അവൾ സുന്ദരിയാണ് കാണാൻ, അപ്പോൾ മേൽജാതിക്കാരിയാണെന്ന് പറഞ്ഞ് എന്നോട് നേരിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. പിന്നീട് ജാതി അറിയുന്ന സമയത്ത് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ ആ കുട്ടിയുടെ രൂപം കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിറം കണ്ടപ്പോൾ ഞങ്ങൾ ഉയർന്ന ജാതിയാണെന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങനെ വിചാരിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലെ ചില വികൃതമായ വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ എന്നേ ഞാൻ അതിനെ പറയുന്നുള്ളൂ. അതാണ് ഞാൻ ആ കഥയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കീഴാളൻ എന്ന കഥയിൽ എല്ലാ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരും എനിക്ക് പരിചയമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യപൂർവ്വം ആ കഥ എഴുതിയത്. കാരണം ഒരുപാട് വലിയ മാനസികാവസ്ഥയിലാണെന്ന് പുറം ലോകത്തിനെ ധരിപ്പിക്കുകയും ഉള്ളുകൊണ്ട് പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് പുറകെ പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നേരിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്കൾ ഈ പറഞ്ഞ കഥ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു അവസാനം ഇല്ലായിരുന്നു. അത് എഴുതി വന്നപ്പോൾ ഒരൊഴുക്കിൽ വന്നതാണ്. പക്ഷേ ഞാനതിൽ പറയുന്നത് ഈ സ്ത്രീ
ഈ വാർദ്ധക്യത്തോടടുത്ത ആ മനുഷ്യനെ ഇത് ഏൽപ്പിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൈമാറണം എന്നാണ് പറയുന്നത്. അപ്പം അതൊരു ഒരു ബക്കറ്റിൽ ഒരുപാട് പൈസ പിരിച്ചുകൊണ്ട് എവിടെയോ ഒരു സ്വർഗം തീർക്കാമെന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്, അതൊരു നന്മയാണ്. ഞാനതിനെ പിന്തുണയ്ക്കുകയോ ചെയ്തത്, അല്ലാതെ അതിനെ അവഹേളിക്കുകയല്ല. പക്ഷെ അതിന് അയാൾ പിന്തുണ കൊടുത്ത് അയാളുടെ കൈവശം വന്ന ഒരു സ്ത്രീ വീട് പണയം വെച്ചുണ്ടാക്കിയ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പണം അയാൾ അങ്ങോട്ട് കൈമാറുകയാണ്. അപ്പോൾ ആ നന്മയെ അയാളെ തന്നാൽ കഴിയുന്ന പോലെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒരിക്കലും അതിനെ എതിർക്കുകയോ അതിനെ അപമാനിക്കുകയോ അല്ല ചെയ്തത്. ആ ഒരു നന്മയെ തന്നെ കൊണ്ടാവുന്ന ഒരു ബക്കറ്റിലാണ് ആ നന്മ കോരിയെടുക്കാൻ കഴിയുന്നതെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യബോധം ഒരു പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതെത്ര ഒരു ബക്കറ്റിൽ പിരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ നന്നാക്കാം എന്ന് വിചാരിക്കുന്ന എത്ര പേര് ഇതിൽ കാണും? ഇല്ല. നമ്മൾ എത്ര പേര് അങ്ങനെ ഒരു ബക്കറ്റിൽ കുറച്ച് പൈസ പിരിച്ച് ഈ ലോകം മുഴുവൻ നന്നാക്കാമെന്ന് വിചാരിക്കുന്നത്? അതൊരു പൊതുസമൂഹത്തിന് അതൊരു വിഡ്ഢിത്തമാണ്. പക്ഷേ ആ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു വിഡ്ഢിത്തമല്ല. അതിനെ പിന്തുണയ്ക്കുകയാണ് കഥാപാത്രം ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഇത്തരം ഒരു പ്രസ്ഥാനത്തെ ഒരിക്കലും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല.